இயேசு கைவிட மாட்டார். யார் என்னை கைவிட்டாலும் இயேசு கைவிட மாட்டார், கைவிட மாட்டார், கைவிட மாட்டார். இயேசு கைவிட மாட்டார், கைவிட மாட்டார், கைவிட மாட்டார். இயேசு கைவிட மாட்டார். யார் என்னை கைவிட்டாலும் இயேசு கைவிட மாட்டார். யார் என்னை கைவிட்டாலும் இயேசு கைவிட மாட்டார். தாயும் அவரே, தந்தையும் அவரே, தாயும் அவரே, தந்தையும் அவரே. தாலாற்றுவார், சீராற்றுவார், தாலாற்றுவார், சீராற்றுவார். யார் என்னை கைவிட்டாலும் இயேசு கைவிட மாட்டார். யார் என்னை கைவிட்டாலும் இயேசு கைவிட மாட்டார், கைவிட மாட்டார், கைவிட மாட்டார். இயேசு கைவிட மாட்டார், கைவிட மாட்டார், கைவிட மாட்டார். இயேசு கைவிட மாட்டார். வேதனை துன்பம் நீருக்கும் போதெல்லாம் வேண்டிடுவோனே, காத்திடுவோரே, வேண்டிடுவோனே, காத்திடுவோரே. யார் என்னை கைவிட்டாலும் இயேசு கைவிட மாட்டார். யார் என்னை கைவிட்டாலும் இயேசு கைவிட மாட்டார், கைவிட மாட்டார், கைவிட மாட்டார். இயேசு கைவிட மாட்டார், கைவிட மாட்டார், கைவிட மாட்டார். இயேசு கைவிட மாட்டார், கைவிட மாட்டார், கைவிட மாட்டார். இயேசு கைവിട മാട്ടാർ. ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അതിൻ്റെ 26-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സ്തോത്രം, ആഴമായ തിരുവചനങ്ങളാണ് അപ്പോസ്തലനാകുന്ന പൗലോസ് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രസംഗിക്കുകയാണ്. പ്രതികൂലങ്ങളുടെ നടുവിലും അപ്പോസ്തലൻ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗമാണ് ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം. ശക്തമായിട്ടുള്ളൊരു പ്രസംഗം, വ്യക്തമായിട്ടുള്ളൊരു പ്രസംഗം, ജനത്തെ സ്തോത്രം കർത്താവിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രസംഗം, ആത്മാവിൻ്റെ ഒരു പ്രസംഗം. ഒരു പ്രതികൂലം മാറുമ്പോൾ മറ്റൊന്ന്, ഒരു പ്രശ്നം മാറുമ്പോൾ മറ്റൊന്ന്. പക്ഷേ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും വരുമ്പോഴും അപ്പോസ്തല ശക്തിക്ക് മീതെ ശക്തി ധരിച്ച് ആത്മാവിൻ്റെ ബലത്തോടെ ദൈവത്തെ ഉയർത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ പ്രസംഗിച്ച ഒരു പ്രസംഗമാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 26-ാം അധ്യായം. വായിച്ചാട്ടെ, 26-ന്റെ 1 മുതൽ ടക്കനെ വായിച്ചാട്ടെ. അഗ്രിപ്പ പൗലോസിനോട് നിന്റെ കാര്യം പറവാൻ അനുവാദമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പൗലോസ് കൈനീട്ടി പ്രതിപാദിച്ചെന്തെന്നാൽ, അഗ്രിപ്പ രാജാവേ, യഹൂദന്മാർ എന്റെ മേൽ ചുമത്തുന്ന എല്ലാ കുറ്റങ്ങളെയും കുറിച്ച് കുറ്റക്കാരനെ പോലെ അപ്പോസ്തലൻ നിൽക്കുകയാണ്. പക്ഷേ എവിടെ കൊണ്ട് തടവിലിട്ടാലും അവിടെ പ്രസംഗിക്കും. എവിടെ കൊണ്ട് പിടിച്ചത് 2 അടി കൊടുത്തിട്ട് നിർത്തിയാലും അവിടെ പ്രസംഗിക്കും. അങ്ങനത്തെ ഒരു അപ്പോസ്തലൻ. ഹല്ലേലൂയ. അടുത്തവർ വായിച്ചേ. എല്ലാ കുറ്റങ്ങളെയും കുറിച്ച് ഇന്ന് തിരുമുമ്പാകെ പ്രതിപാദിപ്പാൻ ഇട വന്നതുകൊണ്ട് വിശേഷാൽ നീ യഹൂദന്മാരുടെ ഇടയിലെ ആചാരങ്ങളും തർക്കങ്ങളും എല്ലാം അറിയുന്നവൻ ആകയാൽ ഞാൻ ഭാഗ്യവാൻ എന്ന് നിരൂപിക്കുന്നു. അതുകൊണ്ട് എന്റെ പ്രതിവാദം ക്ഷമയോടെ കേൾക്കണമെന്ന് അപേക്ഷിക്കുന്നു. എന്റെ ജാതിക്കാരുടെ ഇടയിലും യെരൂശലേമിലും ആദ്യം മുതൽ ബാല്യം തുടങ്ങിയുള്ള എന്റെ നടപ്പ് യഹൂദന്മാർ എല്ലാവരും അറിയുന്നു. കണ്ടോ, പുള്ളിയുടെ നടപ്പ് മുതൽ അങ്ങ് പ്രസംഗിക്കാൻ തുടങ്ങി. തൻ്റെ ജീവിതം അങ്ങ് പ്രസംഗിക്കാൻ തുടങ്ങി. താൻ വന്ന വഴികളെല്ലാം പ്രസംഗിക്കാൻ തുടങ്ങി. താൻ ആരായിരുന്നു എന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. അടുത്തവർ വായിച്ചേ. ഞാൻ നമ്മുടെ മാർഗത്തിൽ സൂക്ഷ്മത ഏറിയ മതഭേദ പ്രകാരം പരീക്ഷനായി ജീവിച്ചു എന്ന് അവർ ആദ്യം മുതൽ അറിയുന്നു. അവർക്ക് മനസ്സുണ്ടെങ്കിൽ സാക്ഷ്യം പറയാം. ദൈവത്താൽ നമ്മുടെ പിതാക്കന്മാർക്ക് ലഭിച്ചതും നമ്മുടെ 12 ഗോത്രങ്ങളും രാപ്പകൽ ശ്രദ്ധയോടെ ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിപ്പാൻ ആശിക്കുന്നതുമായ വാക്യത്തിലുള്ള പ്രത്യാശ ഹേതുവായിട്ടത്രേ ഞാൻ ഇപ്പോൾ വിസ്താരത്തിൽ വേറെ ഒന്നും കൊണ്ടല്ല വിസ്താരത്തിലായത്. എന്തുകൊണ്ടാണ് വിസ്താരത്തിലായത്? കർത്താവായ യേശു കർത്താവിനെ ഒന്നുകൂടെ വായിച്ച 7-ാം വാക്യം.
നമ്മുടെ 12 ഗോത്രങ്ങളും രാപ്പകൽ ശ്രദ്ധയോടെ ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിപ്പാൻ ആശിക്കുന്നതും ആയ വാക്തത്തിലുള്ള പ്രത്യാശ ഹേതുവായിട്ടത്രേ ഞാൻ ഇപ്പോൾ വിസ്താരത്തിൽ വേറെ ഒന്നും കൊണ്ടല്ല വിസ്താരം, ഇതാണ് വിസ്താരം. അടുത്ത വരി. ആ പ്രത്യാശയെ ചൊല്ലി ആകുന്നു രാജാവേ യഹൂദന്മാർ എന്റെ മേൽ കുറ്റം ചുമത്തുന്നത്. ദൈവം മരിച്ചവരെ ഉയർപ്പിക്കുന്നത് വിശ്വാസയോഗ്യമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്ത്? നസ്രയനായ യേശുവിന്റെ നാമത്തിന് വിരോധമായി പലതും പ്രവർത്തിക്കണം എന്ന് ഞാൻ വിചാരിച്ചു. സത്യം. പണ്ട് പുള്ളി അങ്ങനെയായിരുന്നു, പലതും ചെയ്യണമെന്ന് വിചാരിച്ചു. സത്യം. അത് ഞാൻ യെരുശലേമിൽ ചെയ്തിട്ടുമുണ്ട്. അത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുമുണ്ട്. അപ്പോസ്തലനുള്ള സാക്ഷ്യം പറയുകയാണ്. അടുത്തവർ. മഹാപുരോഹിതന്മാരോട് അധികാരം പത്രം വാങ്ങി വിശുദ്ധന്മാരിൽ പലരെയും തടവിൽ ആക്കി അടച്ചു. അവരെ നിഗ്രഹിക്കുന്ന സമയം ഞാനും സമ്മതം കൊടുത്തു. ഞാൻ എല്ലാ പള്ളികളിലും അവരെ പലപ്പോഴും ദണ്ഡിപ്പിച്ചും കൊണ്ട് ദൂഷണം പറവാൻ നിർബന്ധിക്കുകയും അവരുടെ നേരെ അത്യന്തം ഭ്രാന്ത് പിടിച്ച് അന്യ പട്ടണങ്ങളോളം ചെന്ന് അവരെ ഉപദ്രവിക്കുകയും ചെയ്തു. ഇങ്ങനെ ചെയ്തു വരികയും ഞാൻ മഹാപുരോഹിതന്മാരുടെ അധികാരത്തോടും ആജ്ഞയോടും കൂടെ ദമസ്കോസിലേക്ക് യാത്ര പോകുമ്പോൾ രാജാവേ നട്ടുച്ചയ്ക്ക് ഞാൻ വഴിയിൽ വെച്ച് സൂര്യന്റെ പ്രകാശത്തെ കവിഞ്ഞൊരു വെളിച്ചം ആകാശത്ത് നിന്ന് എന്നെയും കണ്ടോ. അപ്പോസ്തലൻ പറയുകയാണ്, സൂര്യനെ കവിഞ്ഞൊരു വെളിച്ചം. നട്ടുച്ചയ്ക്ക് സൂര്യനെ കവിഞ്ഞ ഒരു വെളിച്ചം. സ്വതന്ത്രം. അയാളുടെ അനുഭവം അയാൾ പറയുകയാണ്, കർത്താവിന്റെ ആ വെളിച്ചം തട്ടിയ അനുഭവം. അടുത്തവർ വായിച്ചേ. ആകാശത്തിൽ നിന്ന് എന്നെയും എന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരെയും ചുറ്റി പ്രകാശിക്കുന്നത് കണ്ടു. ഞങ്ങൾ എല്ലാവരും നിലത്തു വീണപ്പോൾ ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? മുള്ളിന്റെ നേരെ ഉദയ്ക്കുന്നത് നിനക്ക് വിഷമം ആകുന്നു എന്ന് എബ്രായ ഭാഷയിൽ എന്നോട് പറയുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു. നീ ആരാകുന്നു കർത്താവേ? ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്ന എന്ത്? എൻ്റെ യേശുപ്പച്ചനെ നമ്മളെ കരയിക്കുമ്പോഴെല്ലാം നമ്മൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനത്തിന് വിരുദ്ധമായിട്ട് പറയുമ്പോൾ കർത്താവിനെ ഉപദ്രവിക്കുകയാണ്. കർത്താവിൻ്റെ വേലക്കാർക്കെതിരായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ കർത്താവിനെ വേദനിപ്പിക്കുകയാണ്. കണ്ടോ. ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ആരാ ഉപദ്രവിക്കുക? യേശുപ്പനെ. അടുത്തവരി. മുള്ളിന്റെ നേരെ ഉദയ്ക്കുന്നത് നിനക്ക് വിഷമം ആകുന്നു എന്ന് എബ്രായ ഭാഷയിൽ എന്നോട് പറയുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു. നീ ആരാകുന്നു കർത്താവ് എന്ന് ഞാൻ ചോദിച്ചതിന് കർത്താവ് നീ ഉപദ്രവിക്കുന്ന യേശു തന്നെ ഞാൻ. എങ്കിലും എഴുന്നേറ്റ് നിവർ നിൽക്ക. നീ എന്നെ കണ്ടതിനും ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷൻ ആവാതിരിക്കുന്നതിനും. നീ എന്നെ കണ്ടതിനും, അവിടെ വെച്ച് കണ്ടു. നീ എന്നെ കണ്ടതിനും ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷൻ ആവാനിരിക്കുന്നതിനും, ഇനിയും പ്രത്യക്ഷനാകാനിരിക്കുന്നതിനും നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. ഒന്നുകൂടെ അവരി. നീ എന്നെ കണ്ടതിനും ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷൻ ആവാനിരിക്കുന്നതിനും നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. കർത്താവ് പറഞ്ഞു, എന്തോന്നു പറഞ്ഞു? നിന്നെ ശുശ്രൂഷകനും സാക്ഷിയും. ആദ്യമേ അങ്ങ് പറഞ്ഞു. അടുത്തവർ വായിച്ചേ. ജനത്തിന്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിനെ അവരുടെ കണ്ണുകൾ തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന്. ഇതെന്തോന്നാണ് വായിക്കുന്നത്? അപ്പോസ്തലൻ പ്രസംഗിക്കുന്ന പ്രസംഗമാണ്. ഇത് പ്രസംഗിക്കുകയാണ്. അടുത്തവരി. സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിപ്പാനും ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ ദമസ്കോസിലും യെരുശലേമിലും യഹൂദിയ ദേശത്തെങ്ങും ഉള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യണമെന്ന് പ്രസംഗിച്ചു. മാനസാന്തരത്തിന് യോഗ്യമായ പ്രവർത്തികൾ ചെയ്യണമെന്ന് പ്രസംഗിച്ചു. കണ്ടോ. എനിക്ക് ഇതിനകത്ത് പറയാനുള്ളതാണ്, മാനസാന്തരപ്പെട്ടോളണം. മാനസാന്തരപ്പെടാത്ത എല്ലാവരും മാനസാന്തരപ്പെടണം. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടോളണം. അപ്പോസ്തലൻ മർക്കോസ് 16:16 വായിച്ചേ. മർക്കോസ് 16:16 വായിച്ചേ. മർക്കോസ് സുവിശേഷം 16:16 വായിച്ചേ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിക്കുകയും വേണം, വിശ്വസിക്കുകയും സ്നാനപ്പെടുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കണം. അപ്പൊ വിശ്വസിക്കാനുള്ള പ്രായം ആയി. യേശുവാണ് കർത്താവ് എന്നവർക്ക് പ്രായമായി. പാപം ചെയ്യുന്നത് പാപമാണെന്ന് അവർക്ക് അറിയാറായി. തെറ്റും ശരി അവർക്ക് അറിയാറായി. സ്വത്രം തീരെ കുഞ്ഞല്ല. ചില പിള്ളേർ കുഞ്ഞുങ്ങളാണ്. സ്വതം കുഞ്ഞുങ്ങളെയൊക്കെ കുറിച്ച് ചിന്തിച്ചു. ദൈവത്തിന് സ്വത്രം എന്ത് ചെയ്യും? ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ച കാര്യമാണ്. എന്ത് ചെയ്യും?
ആ സമയത്ത് അപ്പനും അമ്മയൊക്കെ രക്ഷിക്കപ്പെട്ടോണ്ടെങ്കിൽ അവരെങ്ങ് കയറിപ്പോവും യേശുവിൻ്റെ വരവിൽ. തിരിച്ചറിവ് പ്രായം വന്നു കഴിഞ്ഞാൽ, തിരിച്ചറിവ് വന്ന സ്നാനത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ്, പാപബോധം, എന്താണ് ശരി, ചെയ്യുന്ന തെറ്റും ശരിയും എന്താണെന്ന് തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? സ്നാനപ്പെട്ട് വേർപാടനുഷ്ഠിച്ച് ദൈവത്തിൻ്റെ മകളായി മകനായി മാറണം. ഹല്ലേലൂയ. ഈ പ്രപഞ്ച മോഹങ്ങളെ വർജിച്ചുകൊണ്ടിരിക്കണം, പാപത്തെ തകർത്ത് ജയിച്ചുകൊണ്ടിരിക്കണം, ആത്മാവിൽ നിറഞ്ഞ് ഓരോ സെക്കൻഡും ക്രിസ്തു യേശുവിൻ്റെ സ്വഭാവത്താൽ നിറഞ്ഞുകൊണ്ടിരിക്കണം. അത് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ മാനസാന്തരപ്പെടാത്ത എല്ലാവരും മാനസാന്തരപ്പെടണം, പാപത്തെ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കണം. കർത്താവ് വന്നാൽ തള്ളപ്പെടും. ഇനി സ്നാനപ്പെടാത്ത എല്ലാവരും സ്നാനപ്പെടണം. സ്തോത്രം. സ്നാനപ്പെടാത്ത എല്ലാവരും സ്നാനപ്പെടണം. അപ്പനും അമ്മയും കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം സ്നാനത്തെ പറ്റി. യേശുവിനോട് ചേരാനാണ് സ്നാനം. സ്നാനപ്പെട്ട് യേശുവിനോട് ചേരണം. ദൈവത്തിന് സ്തോത്രം. സ്നാനപ്പെട്ട് കർത്താവിനോട് ചേരുമ്പോൾ യേശു കർത്താവ് എപ്പോൾ വന്നാലും കയറിപ്പോകാം. സ്നാനപ്പെട്ടത് കൊണ്ട് മാത്രമായില്ല, സ്നാനപ്പെട്ടൊരു വിശുദ്ധ പൈതലായി ജീവിക്കണം. മനസ്സിലാവുന്നുണ്ടോ? സ്നാനപ്പെട്ടിട്ട് ഒരു വിശുദ്ധ പൈതലായി ജീവിക്കണം, പാപത്തെ ജയിച്ച് ജീവിക്കണം. സ്തോത്രം. സ്തോത്രം. നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടി നിത്യ നരകത്തിനകത്ത് പോകാനല്ല കർത്താവ് നമ്മളെ വിളിച്ചത്. പാപത്തെ വേടിഞ്ഞ് ക്രിസ്തു യേശുവിനാൽ നിറഞ്ഞ് ഈ പാപ മനുഷ്യനെ ഉപേക്ഷിച്ച് നിത്യ നരകത്തിൽ നിന്ന് നിത്യതയിൽ കൊണ്ടുപോകുവാൻ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുമ്പോൾ പാപത്തെ കർത്താവിൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച രക്തത്താൽ കഴുകൽ പ്രാപിച്ച് സ്തോത്രം പാപ സ്വഭാവത്തെ കളഞ്ഞ് അപ്പൻ്റെ മുമ്പിൽ വന്ന് മുട്ടുമടക്കണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കുന്നൊരു വിഷയമാണ്, ഈ ലോകത്തിൽ അനേകർ അപ്പനെ മറയ്ക്കും, അമ്മയെ മറയ്ക്കും, പപ്പയെ മറയ്ക്കും, അമ്മയെ മറയ്ക്കും, മക്കളെ മറയ്ക്കും, മാതാപിതാക്കളെ മറയ്ക്കും, ഭാര്യ മറയ്ക്കുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്, ഭർത്താവിനെ മറയ്ക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്. ഞാൻ ചിന്തിക്കും ദൈവവേലക്കാരെ മറയ്ക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ ഉണ്ട്. ഞാൻ അപ്പോഴൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇവർ ദൈവത്തെ മറയ്ക്കാൻ ഇവർക്ക് പറ്റുമോ? ദൈവത്തെ മറയ്ക്കാൻ ഈ ലോകത്തിൽ ആർക്കെങ്കിലും പറ്റുമോ? ഇല്ല. ദൈവത്തെ മറയ്ക്കാൻ ലോകത്തിൽ ആർക്കും പറ്റത്തില്ല. ഇതെല്ലാം ദൈവ ലൈവായി കണ്ടുകൊണ്ടിരിക്കുക. ഈ ഭൂമിയിൽ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെ, ബന്ധുക്കളെ എല്ലാം മറച്ച് പലതും ചെയ്യാം. സ്തോത്രം. എങ്ങനെ വേണം നമുക്ക് ചെയ്യാം. പക്ഷെ സ്വർഗത്തിൽ ദൈവത്തെ മറച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല സഹോദരങ്ങളെ. ഒരു ന്യായവിധി ഉണ്ട്. ആ ന്യായവിധിയിൽ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ 10-ലധികം സാക്ഷികൾ അവിടെ വന്ന് ഹാജരാകും. ഒന്നിൽ കുടുങ്ങിയില്ലെങ്കിൽ അടുത്തതിൽ കുടുങ്ങിയിരിക്കും. എന്തു ചെയ്യും? 10-ലധികം സാക്ഷികൾ അവിടെ വന്ന് ഹാജരാകും. അപ്പോൾ എന്തു ചെയ്യും? എവിടെ നിന്ന് രക്ഷപ്പെടും? രക്ഷപ്പെടാൻ പറ്റത്തില്ല. കാരണം സാക്ഷികൾ അവിടെ സാക്ഷ്യം നിരത്തി പറയും. ഇന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് സാക്ഷി ഓരോന്നായിട്ട് നിരത്തി പറയും. സ്തോത്രം. ഈ ഇരിക്കുന്ന കസേര പറയും ഇവിടെ വചനം പ്രസംഗം കേട്ടെന്ന്, കല്ല് പറയും, ചുവര് പറയും, ഇഴ പറയും, ആകാശം പറയും, ഭൂമി പറയും, ഓർമ്മ വരെ പറയും. നമ്മുടെ ഓർമ്മ വരെ വിളിച്ച് പറയും. നമ്മൾ ചെയ്തില്ലേ പാപം? നമ്മളെ ഓർമ്മ ഭാര്യയോടെല്ലാം മറച്ചു, ഭർത്താവിനോട് മറച്ചു. പക്ഷെ ഓർമ്മയ്ക്ക് മറവൊന്നുമില്ല. സമയമാകുമ്പം ലൈവായിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നെല്ലാം തത്ത പറയും പോലെ പറയും. തത്ത ഇത്രയും നന്നായിട്ട് ചിലർ തത്ത പറയുന്ന പോലെ പറയുന്നു. ഞാൻ ചില തത്തമാർ സംസാരിക്കത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വേറൊന്നുമല്ല. സ്തോത്രം. നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ വെട്ടിപ്പും തട്ടിപ്പും നടത്താൻ നോക്കൽ. വീട്ടുകാരുടെ മുമ്പിൽ നമുക്ക് വെട്ടിക്കാം. അപ്പൻ്റെ അമ്മയുടെ മുമ്പിലും മക്കളുടെ മുമ്പിലും മാതാപിതാക്കളുടെ മുമ്പിലും സഹോദരങ്ങളുടെ മുമ്പിൽ നല്ല രീതിയിൽ വെട്ടിച്ചിട്ട് ഇപ്പോൾ ദൈവത്തിന് സ്തോത്രം അമ്മമാരെയും പപ്പമാരെയും നമ്മൾ തോളിൽ കഴിയിട്ട് താടിയിലൊക്കെ തടവി പപ്പ ഞാൻ ബെറ്ററാ എന്നൊക്കെ പറഞ്ഞ് ഒരു ഉമ്മൊക്കെ കൊടുത്ത് എത്ര ക്ലിയറായിട്ടാണ് കുഞ്ഞുങ്ങൾ അപ്പനമ്മയും കൈകാര്യം ചെയ്യുന്ന അറിയാമോ? ഞാൻ നല്ലതാണെന്ന് അറിയിക്കുക. ഇപ്പോൾ ഒട്ടക്കള്ളമാ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നമ്മൾ വചനം കേട്ട് വചനം അനുസരിച്ച് നമ്മുടെ കുടുംബത്തിനകത്തുള്ള അംഗങ്ങളോടും തിരുവചനം അനുസരിച്ച് പാപത്തെ ജയിച്ച് 4 വിരൽ നീളമുള്ള ജീവിതം കർത്താവിനായിട്ട് ജീവിച്ചാൽ സഹോദരങ്ങളെ, ഇനിയെങ്കിലും മനസാന്തരപ്പെട്ട് യേശുവിനായിട്ട് ജീവിച്ചാൽ, പാപത്തെ ഉപേക്ഷിച്ച് ക്രിസ്തു യേശുവിൻ്റെ രക്തത്താൽ കഴുകൽപ്പെട്ട് സ്നാനപ്പെടാത്തവർ സ്നാനപ്പെട്ട് ഉപേക്ഷിക്കേണ്ടതല്ല ഉപേക്ഷിച്ച് ദൈവസന്നിധിയിൽ ഒരു വിശുദ്ധ പൈതലായി, ഒരു വേർപെട്ട പൈതലായി, കർത്താവിൻ്റെ ഒരു മണവാട്ടിയായി ജീവിച്ചാൽ എൻ്റെ അപ്പനെ പോന്നാലും ധൈര്യത്തോടെ പറയാം കയറിപ്പോകാമെന്ന്. ഹല്ലേലൂയ. ജീവിതത്തിനകത്ത് അശുദ്ധി എല്ലാം ചാരമാകട്ടെ, ഒരു തിളങ്ങുന്ന മുത്താകട്ടെ. ഇരുത്തിയിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കണം, ദൈവമേ പഠിക്കണം, പഠനം വേണം, അതിനേക്കാളും എൻ്റെ യേശു ആ കുഞ്ഞിന് വെളിപ്പെടട്ടെ, യേശുവിനെ കണ്ടുമുട്ടട്ടെ. പിന്നത്തേതിൽ കണ്ണീരിലേക്കും കൈയിലേക്കും പോകാതെ ഇന്നേ കുഞ്ഞുങ്ങളെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവന്ന് ക്രിസ്തുവിൽ അങ്ങ് കൊടുക്കണം, ക്രിസ്തുവിൻ്റെ കരത്തിൽ കൊടുക്കണം. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വേണം അവരെ വിടാൻ. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം വായിച്ചേ. വായിച്ചേ അടുത്ത വാക്യം. അപ്പോസ്തല പ്രവൃത്തി. ഇത് നിമിത്തം യഹൂദന്മാർ ദൈവാലയത്തിൽ വെച്ച് എന്നെ പിടിച്ചു കൊല്ലുവാൻ ശ്രമിച്ചു. എന്നാൽ ദൈവത്തിന്റെ സഹായം ലഭിക്കുകയാൽ ഞാൻ ഇന്നുവരെ നിൽക്കുകയും. കണ്ടോ? ദൈവത്തിന്റെ സഹായം ലഭിക്കുകയാൽ ഞാൻ ഇന്നുവരെ നിൽക്കുകയാണ്. മാനസാന്തരം പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയാണ്. അടുത്ത വരി. ഇന്നുവരെ നിൽക്കുകയും
ചെറിയവരോടും വലിയവരോടും സാക്ഷ്യം പറഞ്ഞു പോരുകയും ചെയ്യുന്നു. വലിയവരോട് സാക്ഷ്യം പറഞ്ഞു പോരുകയും ചെയ്യുന്നു. അടുത്ത ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ ആദ്യനായി ജനത്തോടും ജാതികളോടും വെളിച്ചം അറിയിക്കുകയും ചെയ്യുമെന്ന് പ്രവാചകന്മാരും മോശയും ഭാവി കാലത്തെ കുറിച്ച് പ്രസ്താവിച്ചതൊഴികെ വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. അടുത്ത വരി ഇങ്ങനെ പ്രതിപാദിക്കുകയും ഫെസ്തോസ് പൗലോസേ, നിനക്ക് ഭ്രാന്തുണ്ട്, വിദ്യാബഹുത്വത്താൽ. സത്യം പറയുമ്പോൾ അനേകർ പറയും അത് വിശ്വസിക്കത്തില്ല, അംഗീകരിക്കത്തില്ല. സത്യവചനം പറഞ്ഞു നോക്കി ആർക്കും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അവർ പറയും ഓ ഇതൊക്കെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ കേട്ടത് എന്ന് പറയും, അംഗീകരിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലൻ പറഞ്ഞപ്പോൾ അപ്പോസ്തലന് ഭ്രാന്തുണ്ടെന്നാ പറഞ്ഞു. കണ്ടോ? അടുത്ത ഒരു വായിച്ചേ. വിദ്യാബഹുത്വത്താൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു എന്ന് ഉറക്കെ പറഞ്ഞു. അതിന് പൗലോസ്, രാജശ്രീ ഫെസ്തോസേ, എനിക്ക് ഭ്രാന്തില്ല, ഞാൻ സത്യവും സുബോധവുമായ വാക്കത്രേ സംസാരിക്കുന്നു. രാജാവിന് ഇതിനെക്കുറിച്ച് അറിവുള്ളത് കൊണ്ട് അവനോട് ഞാൻ പ്രാബല്യത്തോടെ സംസാരിക്കുന്നു. അവൻ ഇത് ഒന്നും മറവായിരിക്കുന്നില്ല എന്ന് എനിക്ക് നിശ്ചയമുണ്ട്. അത് ഒരു കോണിൽ നടന്നതല്ല. അഗ്രിപ്പ രാജാവേ, പ്രവാചകന്മാരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. അഗ്രിപ്പ പൗലോസിനോട് ഞാൻ ക്രിസ്ത്യാനിയായി തീരുവാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് പൗലോസ്, നീ മാത്രമല്ല ഇന്ന് എന്റെ പ്രസംഗം കേൾക്കുന്നവർ എല്ലാവരും അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ ഈ ചങ്ങല ഒഴികെ എന്നെ പോലെ ആകണമെന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമ്മളെ പ്രാണനെ എടുത്താൽ നരകത്തിലല്ലേ പോകും, തട്ടിച്ച്. അതിനേക്കാൾ നല്ലത് ഇന്ന് വരെയുള്ള എല്ലാ സീക്രട്ടിനെയും പൊളിച്ചുകൊണ്ട് രക്തത്താൽ കഴുകൽ പ്രാപിച്ച അപ്പാ ഭാവിയായ എന്നോട് മനസ്സലിയണമേ, കരുണ കാണിക്കണമേ. യേശുവേ, ഞാൻ അങ്ങേ വിശ്വസിക്കാൻ ഒരുക്കമാണപ്പാ. കർത്താവ് എന്നെ ഒന്ന് തുടരണമെന്ന് പറയാൻ ഇതിനകത്ത് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് സ്നേഹിതരെ? നമ്മൾ എന്നും വചനം കേൾക്കുന്നവരാണ്, ആരാധനയ്ക്ക് പങ്കെടുക്കുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്, ദൈവഭാഗത്ത് വന്നിരിക്കുന്നവരാണ്. സ്തോത്രം. നമുക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും ചങ്കത്ത് കൈവച്ച്, എൻ്റെ ജീവിതത്തിനകത്ത് എൻ്റെ കുടുംബത്തിലൊക്കെ അംഗങ്ങൾ അറിയാത്ത ഒരു രഹസ്യങ്ങളില്ലെന്ന് ആർക്കൊക്കെ ചങ്കത്ത് കൈവച്ച് പറയാൻ പറ്റും? സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് പാപത്തെ ഏറ്റുപറഞ്ഞ് ആ രക്തത്താൽ കഴുകൽ പ്രാപിച്ചോളണം, ഒരു വിശുദ്ധ പൈതലായി മാറിക്കൊള്ളണം. അപ്പോസ്തലൻ ചങ്കത്ത് കൈവച്ച് വിളിച്ചു പറയാണ്, ഓ ഈ ചങ്ങല ഒഴികെ മറ്റെല്ലാത്തിലും നിങ്ങൾ എന്നെ പോലെ ആകണം. ഒന്നുകൂടെ വായിച്ച വാക്യം. അതിന് പൗലോസ്, നീ മാത്രമല്ല ഇന്ന് എന്റെ പ്രസംഗം കേൾക്കുന്നവർ എല്ലാവരും അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ ഈ ചങ്ങല ഒഴികെ മുഴുവുള്ളത്തോടെ ആരാധിപ്പേൻ, മുഴുവലത്തോടെ അൻപു കൂറുവേൻ. ആരാധനൈ ആരാധനേ ആരാധനൈ ആരാധനേ ആരാധനൈ ആരാധനേ ആരാധനൈ ആരാധനേ അൻപു കൂറുവേ இன்னும் அதிகமாய் ஆராதிப்பேன், இன்னும் ஆர்வமாய் அன்பு கூறுவேன், இன்னும் அதிகமாய் ஆராதிப்பேன், இன்னும் ஆர்வமாய் உம்மை முழு உள்ளத்தோடு ஆராதிப்பேன், முழு பலத்தோடு அன்பு கூறுவேன். ஆராதனை 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 எல்ரோய் எல்ரோய் என்னை கண்டீரே நன்றி ஐயா. எல்ரோய் எல்ரோய் என்னை கண்டீரே நன்றி ஐயா. என்னை கண்டீரே நன்றி ஐயா. ஐயா என்னை கண்டீரே நன்றி ஐயா. உம்மை முழு உள்ளத்தோடு ஆராதிப்பேன்,
മുഴുബലത്തോടെ അൻപു കൂറുവീൻ. ആരാധനൈ ആരാധനേ, ആരാധനൈ ആരാധനേ, ആരാധനൈ ആരാധനേ, ആരാധനൈ ആരാധനേ, ആരാധനൈ ആരാധനേ, ആരാധനൈ ആരാധനേ. പറയാണ് സ്തോത്രം. പൈതലെ ചങ്ങല ഒഴികെ എല്ലാവരും എന്നെപ്പോലെ ആകണം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? പ്രശ്നങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിലായിരിക്കാം നമ്മൾ ഓരോരുത്തരും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവയുടെ നടുവിലും യേശുപ്പച്ചനെ കണ്ടുമുട്ടി യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് പാപത്തെ വിട്ടുതിരിഞ്ഞ് ലോകമോഹങ്ങളെ വിട്ടുതിരിഞ്ഞ് യേശുപ്പച്ചനെ കർത്താവ് രക്ഷകനുമായി സ്വീകരിച്ച് വരുന്ന നാളുകളിൽ 4 വിരൽ നീളമുള്ള ആയുസ് അപ്പനെ ആരാധിച്ച് അപ്പനെ മഹത്വപ്പെടുത്തി അപ്പൻ്റെ മഹത്വമായി മാറണം. സ്തോത്രം. നമുക്ക് തരുന്ന ആയുസ് മറ്റൊരാളിനൊരു ദുഃഖം കൊടുക്കാനല്ല, മറ്റൊരാളിനെ ഒന്ന് വേദനിപ്പിക്കാനല്ല, മറ്റൊരാളിനൊരു സന്തോഷമാകട്ടെ. കുടുംബത്തിലെ മക്കൾക്ക് നമ്മളൊരു അനുഗ്രഹവും സന്തോഷമാകട്ടെ. നമ്മുടെ മക്കൾ നമ്മൾക്കൊരു അനുഗ്രഹമാകട്ടെ. ദേശത്തിന് നമ്മളൊരു അനുഗ്രഹമാകട്ടെ. യേശുവിനെ നമുക്ക് കണ്ടുമുട്ടാം. ഒരു മനസ്സോടെ കർത്താവിനെ ഉയർത്താം. യേശു മാത്രം കർത്താവ്, മറ്റൊരുവരിന് രക്ഷയില്ല സഹോദരങ്ങളെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം വായിച്ചേ. മറ്റൊരുത്തൻ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും, നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല യേശു എന്ന നാമമല്ലാതെ. ഹല്ലേലൂയ. നൽകപ്പെട്ട ഒരേ ഒരു നാമമാണ് യേശു എന്ന നാമം. സ്വർഗത്തിലെ ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് നിൽക്കുമ്പോൾ അവിടെ 1 യോഹന്നാൻ ലേഖനം വായിക്കുമ്പോൾ അതിനകത്ത് എടുത്ത 1 യോഹന്നാൻ ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ 3 പേർ വന്ന് നിൽക്കും. ആത്മാവ്, ജലം, രക്തം, 3 വന്ന് സാക്ഷി പറയാൻ നിൽക്കും. എന്തൊക്കെ വരും? ദൈവത്തിന്റെ ആത്മാവ് വരും. ദൈവത്തിന്റെ ആത്മാവ് അവിടെ വരും. ജലം വരും, രക്തം വരും. വായിച്ചേ. സാക്ഷ്യം പറയുന്നവർ മൂവരുണ്ട്. ആത്മാവ്, ജലം, രക്തം. ഈ 3ന്റെ സാക്ഷ്യം ഒന്ന് തന്നെ. സ്വത്രം. ആത്മാവ് അവിടെ ഒന്ന് സാക്ഷി പറയും. നമ്മൾ നിൽക്കുമ്പോൾ ആത്മാവ് ഒന്ന് സാക്ഷി പറയും. ഓരോ മനുഷ്യന് നിൽക്കുമ്പോൾ ആത്മാവ് ഒന്ന് എന്ത് ചെയ്യും? കർത്താവിൻ്റെ അടുത്ത് ഒന്ന് സാക്ഷി പറയും. ആത്മാവ് എന്ന് പറയും, രക്തം എന്ന് പറയും, ജലം എന്ന് പറയും, വെള്ളം എന്താണെന്ന് പറയുന്നത് വെള്ളം എന്ന് പറയും. ഞാൻ ഒരുപാട് തവണ ഇവൾക്കായി കാത്തിരുന്നു, ഈ വെള്ളമാകുന്ന എന്നെ ഉപയോഗിച്ച് സ്നാനപ്പെട്ടില്ല. വെള്ളം സാക്ഷി പറയും. സ്നാനപ്പെടാത്തവരെ കാര്യം വെള്ളം എന്ത് ചെയ്യും? സാക്ഷി പറയും. രക്തം സാക്ഷി പറയും. ആരുടെ രക്തം? യേശുവിൻ്റെ രക്തം. എൻ്റെ രക്തം സകല പാപം പോക്കുവാൻ ശക്തി ഉണ്ടായിരുന്നു. പക്ഷേ ഈ രക്തത്തിൽ ആശ്രയിച്ചിട്ടില്ല. എൻ്റെ രക്തം ഒരിക്കൽ പോലും ആശ്രയിച്ചിട്ടില്ല എന്ന് രക്തം വന്ന് സാക്ഷി പറയുന്നൊരു ദിവസമുണ്ട്. അതുകൊണ്ട് ആ യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചോളണം. ആത്മാവ് സാക്ഷി പറയും. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതെ നമ്മൾ സ്വത്രം ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാതിരിക്കുന്നവരെ ആത്മാവ് സാക്ഷി പറയും. എന്തോന്ന്? എന്നോട് ചോദിച്ചിട്ടില്ല, എൻ്റെ ആത്മാവിനായിട്ട് കാത്തിരുന്നില്ല, എൻ്റെ ആത്മാവിനായിട്ട് ചോദിച്ചുമില്ല. ആത്മാവ് സാക്ഷി പറയും. രക്തം സാക്ഷി പറയും. സ്തോത്രം. വെള്ളം സാക്ഷി പറയും. അപ്പോൾ നമ്മൾ സ്നാനപ്പെടേണ്ട സമയത്ത് സ്നാനപ്പെട്ട്, രക്ഷിക്കപ്പെടേണ്ട സമയത്ത് രക്ഷിക്കപ്പെട്ട്, മനസ്സാന്തരപ്പെട്ട്, അഭിഷേകം പ്രാപിച്ച് സ്നാനപ്പെട്ട് അപ്പച്ചനായിട്ട് ജീവിക്കണം. പാപത്തെ വിട്ടുതിരിയണം കേട്ടോ. പാപത്തെ വിട്ടുതിരിയണം. ഇതുവരെ ചെയ്ത പാപത്തെ മതിയാക്കി യേശുവിനെ അപ്പച്ചനായിട്ട് സ്വീകരിക്കണം. മദ്യവും ലഹരി വസ്തു എല്ലാം വലിച്ചെറിയണം. യേശുപ്പൻ്റെ മകനായി, യേശുപ്പൻ്റെ മകളായി നമ്മൾ കർത്താവിൽ ഒരു മനസ്സോടെ ജീവിച്ച് അതെല്ലാം മാറ്റി കർത്താവിൻ്റെ മുമ്പിൽ സ്നാനപ്പെട്ട് അപ്പനോട് ചേർന്ന് വരുന്ന നാളുകൾ ജീവിപ്പാൻ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. വചനത്തിലൂടെ ജീവിക്കാൻ ദൈവം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. സ്നേഹിതരെ, ഈ വചനം വെച്ചാണ് നമ്മൾ ന്യായം വിധിക്കുന്നത്. ഈ വചനത്തിലൂടെ, ഈ ബൈബിൾ വെച്ച് നമ്മൾ ന്യായം വിധിക്കും. യെശയ്യാവിൻ്റെ പുസ്തകം 1:1 വായിക്കുമ്പോൾ ആകാശമേ ചെവി തരിക, വായിച്ചേ. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിക്കുന്നു. വായിച്ചേ. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. അവരോ മത്സരിച്ചു. മക്കൾ മത്സരിച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ മത്സരികളായിരിക്കുകയാണ്. അപ്പോൾ ആകാശ സാക്ഷി പറയും മത്സരികളാണെന്ന്. ഭൂമി സാക്ഷി പറയും മത്സരികളാണെന്ന്. വീണ്ടും സദൃശവാക്യം വായിക്കുമ്പോൾ സഭാപ്രസംഗി 12:14 വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. സഭാപ്രസംഗി 12-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. സകല രഹസ്യങ്ങളും വെളിപ്പെടുത്തി. ഇന്ന് നമ്മൾ ഒരുപാട് കാര്യം രഹസ്യമായിട്ട് വെച്ചിരിക്കുക. ഒരുപാട് കാര്യങ്ങൾ രഹസ്യമാണ്. നമുക്കൊന്നും പരസ്യമല്ല. ആരും അറിയണ്ട. അവരറിഞ്ഞോ ഇവരറിഞ്ഞോ എന്നാണ് പേടി. പക്ഷേ ഈ രഹസ്യങ്ങളെല്ലാം ദൈവം ഒരു ദിവസം അവിടെ വെളിപ്പെടുത്തുമ്പോഴാണ് മനസ്സിലാകുന്നത്, ദൈവമേ ഇതെല്ലാം ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ എന്ന് അവിടെ വെച്ചാണ് മനസ്സിലാകുന്നത്. ചിലപ്പോൾ ആ രഹസ്യം വെളിപ്പെടുത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ ആ വീട്ടിനകത്തുള്ള മറ്റുള്ളവർ രക്ഷിക്കപ്പെട്ടവരായിരുന്നു, സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചവരാണെങ്കിൽ കർത്താവിനോടുകൂടെ രഹസ്യവരവിൽ എടുക്കപ്പെടും.
എടുക്കപ്പെട്ട് അവർ ആ വെള്ള സിംഹാസനത്തിൽ ന്യായവിധി നടത്തുമ്പോൾ യേശുവിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. ആര്? ആ വീടിനകത്തുള്ള മറ്റംഗങ്ങൾ നിൽക്കുമ്പോഴാണ് മറ്റേ ആൾക്കാർ വന്നത്. വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയില്ലേ? അപ്പോൾ വീട്ടിൽ വെച്ച് ജീവിച്ചപ്പോൾ എന്താ പറഞ്ഞേ? ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ, ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ പക്ക മിടുക്കനാ മിടുക്കി എന്നൊക്കെ പറഞ്ഞില്ലേ? അവിടെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ മറ്റേ ഭാര്യയായിരുന്നാലും ഭർത്താവായിരുന്നാലും മക്കളായിരുന്നാലും കർത്താവിൻ്റെ അടുത്ത് നിൽക്കുക. ആരുടെ അടുത്ത്? കർത്താവിൻ്റെ അടുത്ത്. കർത്താവിൻ്റെ അടുക്കൽ വെള്ള സിംഹാസനത്തിൻ്റെ അടുക്കൽ ആരൊക്കെ ഉണ്ട്? മണവാട്ടി സമയമുണ്ട്. ദൈവത്തിൻ്റെ അടുക്കൽ ആരുണ്ട്? മണവാട്ടി സഭയുണ്ട്. സഭ നിൽക്കുമ്പോൾ മറ്റവർ വരും ന്യായ വിസ്താരത്തിന്, പുസ്തകങ്ങൾ തുറക്കും. അവിടെ വെച്ച് രഹസ്യം വെളിപ്പെടുത്തുമ്പോണ്ട് അയ്യോ ഇത്രയും ഭാര്യയോട് മറച്ചു വെച്ചിരുന്നു, അവൾ എന്തം വിട്ട് അവൾ വേറൊരു ശരീരം പ്രാപിച്ചുകൊണ്ട് വേറെ ഒന്നും തോന്നൂല. അയ്യോ ചേട്ടാ ഇതൊക്കെ എന്നൊന്നും തോന്നൂല. എന്തെന്നറിയാമോ? ഇവിടുത്തെ ഈ ജഡ ശരീരമല്ല അവിടെ, എങ്കിലും തോന്നൂ. അവിടെ ചെല്ലുമ്പോൾ ചേട്ടാ ചേച്ചി എന്നൊന്നും വിളിക്കാൻ അവിടെ പറ്റൂല. കാരണം നമ്മൾ ഈ രക്തമില്ല നമ്മുടെ ശരീരത്തിൽ, എന്തില്ല? മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യ അവകാശം പ്രാപിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ദൂതന്മാരുടെ ശരീരത്തിലാണ് നമ്മളൊക്കെ പോകുന്നത്, മറ്റൊരു ശരീരത്തിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഈ ജഡത്തിൻ്റെ പ്രവൃത്തി ഒന്നും അവിടെ ഇല്ല, ഈ ജഡചിന്തയും ഇല്ല, ജഡത്തിലുള്ള വിചാരങ്ങളോ ഒന്നും അവിടെ ഇല്ല. ജഡത്തിലുള്ള വിചാരങ്ങളല്ലേ ചേട്ടനും ചേച്ചി അണ്ണനും തമ്പി അപ്പനും അമ്മയൊക്കെ ജഡത്തിൻ്റെ കാര്യങ്ങളാണ് വരുന്നത്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഇതൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ ഭർത്താവിനെ വിധിച്ചാലും ഭാര്യയെ വിധിച്ചാലും മക്കളെ വിധിച്ചാലും മണവാട്ടി അവിടെ നിന്ന് നോക്കിക്കൊണ്ട് വേറെ ഒന്നും തോന്നൂല. അവിടെ പോകുമ്പോഴേ മനസ്സിലാവും. വേദപുസ്തകം ധ്യാനിക്കുമ്പോൾ അത് മനസ്സിലാവും. അവിടെ പോകുമ്പോൾ മനസ്സിലാവും. ഇതൊക്കെ ഞാൻ പറയുന്നത് എന്തോ ഒന്നാണെന്ന് അവിടെ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കും. നമ്മൾ എവിടെ നിൽക്കും? കർത്താവിൻ്റെ അടുത്ത്. ആ വെള്ള സിംഹാസന ന്യായവിധിക്ക് കർത്താവിൻ്റെ അടുത്ത് നിൽക്കും. ആ സിംഹാസനത്തിൽ യേശു കർത്താവിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴാണ് ഈ ന്യായവിസ്താര സഭ തുറക്കുന്നത്. കർത്താവ് വെള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത്. അവിടെയാണ് ജലവും രക്തവും ഒക്കെ വരുന്നത്. വെള്ളം, ആത്മാവ്, രക്തമെല്ലാം വരും. ഇന്ന് കള്ളം പറഞ്ഞ സകല പുള്ളികളും അവിടെ നിൽക്കുമ്പോൾ മണവാട്ടി സഭ ദൂതന്മാരെ പോലെ അവിടെ നിൽക്കും. അവിടെ അണ്ണ തമ്പി എന്നൊന്നും വിളിക്കുകയില്ല, ചേച്ചി അക്കാന്നൊന്നും വിളിക്കാൻ അവിടെ പറ്റത്തില്ല. ദൂതന്മാരെ പോലെ അങ്ങ് നിൽക്കുക. എന്തൊരു സൗന്ദര്യത്തോടെ എന്നറിയാമോ അവിടെ നിൽക്കുന്നത്? സ്തോത്രം. ഇവിടെ പോരും വെപ്രാളവും പിടയലും ഓട്ടവും എന്തൊക്കെയാണ് ഇവിടെ നടത്തുന്നത് വിചാരിച്ചാൽ, ഞാൻ ചിലപ്പോഴൊക്കെ ഇവിടുത്തെ കോലാഹലം കണ്ടാൽ, ഈ നിത്യതയുടെ കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ കോലാഹലം ഒന്നും നടക്കില്ല. അത് കാണാൻ പറ്റാത്തവർക്കാണ് ഇവിടെ ഭയങ്കര ഒരു കോലാഹലവും വെപ്രാളവും പിടയലും. ഈ ലോകത്തിൽ പേര് പ്രാപിക്കാൻ, ഈ ലോകത്തിൽ പ്രശസ്തി പ്രാപിക്കാൻ, ലോകത്തിൽ ഞാൻ ആരാണെന്ന് അറിയട്ടെ, എനിക്ക് പൈസ ഉണ്ടെന്ന് അറിയട്ടെ, ഞാൻ എങ്ങനെയുള്ള ആളാണെന്ന് അറിയട്ടെ. ഇതെല്ലാം ജഡത്തിൻ്റെ പ്രവൃത്തിയാണ്. ഇതൊന്നും ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇല്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ന്യായവിസ്താര സഭയിൽ മണവാട്ടി സഭ മുഴുവനും നിൽക്കുമ്പോഴാണ് ബാക്കിയുള്ളവരുടെ രഹസ്യങ്ങൾ അവിടെ നിന്നാണ് വെളിപ്പെടുത്തുന്നത്. വെളിപ്പെടുത്തുമ്പോൾ വീട്ടിലുള്ള മറ്റംഗങ്ങൾ അന്ന് ജീവിച്ചിരുന്ന കാലം മുഴുവനും പൊട്ടക്കള്ളമായിരിക്കും പറഞ്ഞത്. 10,000 ലോക്കും ഇട്ട് ചിലർ പറയത്തില്ലേ, നാവെടുത്താൽ ഒറ്റ സത്യവും മുഴുവനും കള്ളേ ആണയിടും. വേദപുസ്തകമൊക്കെ എടുത്ത് വെച്ച് അങ്ങ് അടിച്ച് സത്യം ചെയ്തല്ല അവിടെ തെളിയും. മറ്റേ ആൾ ഇപ്പുറത്തുനിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ മനുഷ്യൻ ഇത്രയും കുഴപ്പമായിരുന്നൊന്നും അവർ ചിന്തിക്കത്തില്ല. കാരണം ജഡമില്ല. ദൈവത്തിന് സ്തോത്രം. അവിടെ കർത്താവിൻ്റെ അടുത്ത് നിന്ന് സത്യയോടെ നിൽക്കുക. അവിടെ വെള്ളം വരും, ജലം വരും, രക്തം വരും, ആകാശം വരും, ഭൂമി വരും. മത്തായിയുടെ സുവിശേഷം 10:14-15 വായിക്കുമ്പോൾ, മത്തായി 10:14-15 വായിച്ചേ. ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വചനങ്ങളെ കേൾക്കാതെയും ഇരുന്നാൽ ആ വീടോ പട്ടണമോ വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളവിൻ. ഈ പൊടി സാക്ഷ്യം പറയും. നമ്മൾ നടന്നു പോകുന്നില്ല, പൊടി. ഈ പൊടി സാക്ഷ്യം പറയും. പൊടി സാക്ഷ്യം പറയും. ദൈവത്തിന് സ്തോത്രം. നമുക്ക് കല്ല് സാക്ഷ്യം പറയുന്ന അറിയാം, ഹബർക്കുക്കിൻ്റെ പുസ്തകത്തിലുണ്ട്. മണ്ണ് സാക്ഷ്യം പറയും. നമ്മളിരിക്കുന്ന കസേര സാക്ഷ്യം പറയും. എന്ന് വേണ്ട സകലത്. ലൂക്കോസ് 12:36 വായിക്കുമ്പോൾ വായിച്ചേ. ലൂക്കോസ് സുവിശേഷം 12:36 വായിച്ചേ. 12:36. യജമാനൻ കല്യാണത്തിന് പോയി വന്നു മുട്ടിയാൽ ഉടനെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിനെ അവൻ എപ്പോൾ മടങ്ങി വരും എന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിക്കും. യജമാനൻ വരുന്നേരം ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. ലൂക്കോസ് 12:36 ആണോ? 12:36. ഒന്നുകൂടെ വായിച്ചേ. യജമാനൻ കല്യാണത്തിന് പോയി വന്നു മുട്ടിയാൽ ഉടനെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിനെ അവൻ എപ്പോൾ മടങ്ങി വരും എന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിക്കും. യജമാനൻ വരുന്നേരം ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. അതല്ല, ഞാൻ വിചാരിച്ച ഓർമ്മ. 12:36 മത്തായി 12 ആണ്. ലൂക്കോസ് ആണ് ഞാൻ നോട്ട് ചെയ്തത്. മത്തായി 12:36 വായിച്ചേ.
മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിന്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും. നിന്റെ വാക്ക് അവിടെ ചെന്ന് അങ്ങോട്ട് ഓർമ്മയിലുള്ളതെല്ലാം അങ്ങ് വരും. നമ്മൾ ഇവിടെ വെച്ച് മറച്ചു വെച്ചു എല്ലാം, ആരോടും പറയത്തില്ല, എല്ലാ രഹസ്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചു. പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ ഈ സ്റ്റോർ ചെയ്തെല്ലാം പുറത്തു വരും, ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. മറ്റേ വീട്ടിനകത്തുള്ള മറ്റവരെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്, പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ? ഈ ചെയ്ത സകല പാപവും സമയം വരെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ അപ്പുറത്തേക്കുന്ന ഭർത്താവാണ് രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ അടുത്ത് പോയെങ്കിൽ അയാളൊന്നും ചെയ്യില്ല. കാരണം മറ്റൊരു ശരീരം പ്രാപിച്ചാണ് നിൽക്കുന്നത്, ഭയങ്കര ഹാപ്പിയിലാണ് നിൽക്കുന്നത്. അയ്യോ എൻ്റെ ഭാര്യ ദേ, അന്നൊന്നും ചിന്ത വരില്ല അവിടെ. സ്തോത്രം. എൻ്റെ ഭർത്താവ് ദേ, അതൊന്നും ചിന്ത വരില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്നുകൂടെ വായിച്ചാൽ വരി. എന്നാൽ മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മർക്കോസ് സുവിശേഷം 4:22 വായിച്ചേ. 4:22. വെളിപ്പെടുവാനുള്ളതല്ലാതെ ഗൂഢമായത് ഒന്നുമില്ല, വെളിച്ചത്ത് വരുവാനുള്ളതല്ലാതെ മറവായത് ഒന്നുമില്ല. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. മറഞ്ഞിരിക്കുന്ന സകല രഹസ്യങ്ങളും ഇരുട്ട് വന്നിന്ന് ഇരുട്ടത്തുള്ള കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തി പറയും. മനസ്സിലായോ? നമ്മൾ ഇരുട്ടത്ത് ചെയ്ത് ഇരുട്ട് വന്ന് എന്ത് ചെയ്യും? ദൈവത്തോട് സാക്ഷി പറയും. പകൽ ചെയ്ത പാവം പകൽ വന്ന് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിടത്തും രക്ഷപ്പെടാൻ പറ്റില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ രക്ഷപ്പെടാൻ നമ്മളപ്പോൾ ഭയപ്പെടേണ്ടത് ആരെയാണ്? ലോകത്തിലെ മനുഷ്യരെ അല്ല, ദൈവത്തെ. ആരെ ഭയപ്പെടണം? ദൈവത്തെ ഭയപ്പെട്ട് കർത്താവ് തരുന്ന 4 വിരൽ നീളം ഈ ഭൂമിയിലുള്ളൂ. നമുക്ക് കഴിഞ്ഞ ആഴ്ച ഞാൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഇവിടെ ഈ 4 വിരലേ ഉള്ളൂ. പക്ഷേ ഇവിടുത്തെ മരണശേഷം ഇവിടെ 100 110 വയസ്സ് വരെ ജീവിക്കും. അതിനുശേഷമുള്ള ജീവിതം യുഗായുഗം, പിന്നെ മരണമില്ല. അപ്പം നമ്മൾ ഇവിടെ പ്രാപിക്കേണ്ടത് മരണമില്ലാതെ യുഗായുഗം ജീവിക്കുന്ന ആ കാലത്തേക്ക് വേണ്ടി ഉള്ളതാണ് ഇവിടെ പ്രാപിക്കേണ്ടത്. പക്ഷേ ഇവിടെ നമ്മൾ പ്രാപിക്കുന്നത് ഇവിടത്തേക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഇപ്പോൾ പ്രാപിച്ചുകൊണ്ട് ഇരിക്കുന്നത്. പക്ഷെ സത്യത്തിൽ പ്രാപിക്കേണ്ടത് ഏതാണ്? മരണശേഷം ഒരിക്കലും മരിക്കാത്ത ആ യുഗായുഗമുള്ള ജീവിതം ഞാൻ എവിടെ കഴിച്ചു കൂട്ടും? യേശുവിനോടുകൂടെ കഴിച്ചു കൂട്ടുമോ അതോ മറ്റ് നരകത്തിലോട്ട് പോകുമോ? അത് ചിന്തിച്ചോളണം. യുഗായുഗം എവിടെ കഴിച്ചു കൂട്ടണമെന്ന് ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ ചിന്തിച്ചോളണം. ചിന്തിച്ച് രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് യേശുവിനായി ജീവിച്ചാൽ പൈതലെ യുഗായുഗം യേശുവിനോട് കൂടെ പാർക്കാം. അല്ല എങ്കിൽ നമ്മളെല്ലാവരും എന്ത് ചെയ്യും? തള്ളപ്പെട്ടു പോകും. അപ്പോൾ ആ ന്യായവിസ്താരത്തിനകത്ത് വീഴാതിരിക്കാൻ നമ്മൾ മാനസാന്തരപ്പെട്ടോളണം, അഭിഷേകം പ്രാപിച്ചോളണം, സ്നാനപ്പെട്ടോളണം, ദൈവശക്തിയാൽ നിറഞ്ഞോളണം, ദൈവകൃപയാൽ നിറഞ്ഞോളണം, വചനത്താൽ നിറഞ്ഞോളണം, ആത്മാവിനാൽ ജ്വലിച്ചോളണം. കർത്താവ് തരുന്ന അവസരങ്ങളൊന്നും പാഴാക്കല്ലേ, സമയങ്ങളൊന്നും പാഴാക്കല്ലേ. ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും ഇന്നലെ സിസ്റ്റർ പ്രസംഗിച്ചപ്പോൾ ഒരു വരി പറഞ്ഞു, 1 2 പ്രാവശ്യം കറണ്ടൊക്കെ അടിച്ചാൽ പെട്ടെന്ന് ചിലപ്പോൾ ഒന്നും സംഭവിക്കത്തില്ല, പിന്നെ അടുത്തടിക്കുമ്പോൾ ആളിടിയും. അപ്പോൾ 2 പ്രാവശ്യം അടിച്ചല്ലേ കുഴപ്പമില്ല എന്ന് ചിന്തിക്കും, അടുത്തും പിടിച്ചു കൊടുക്കും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? ആള് പോക്കാണ്. പാപം ഇതുപോലെയാണ്, 1 2 പ്രാവശ്യം ഒന്നും തോന്നൂല, പിന്നെ കഴിയുമ്പോൾ ഈ പാപം മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിച്ചോളണം, പാപം എന്നെ കാർന്ന് തിന്നാതിരിക്കാൻ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് ഓരോ നിമിഷവും രക്തത്താൽ കഴുകൽ പ്രാപിച്ച് നമുക്ക് ദൈവം തരുന്ന ആയുസിൽ കർത്താവിനെ ആരാധിക്കേണ്ട സമയം ആരാധിച്ച് പ്രാർത്ഥിക്കേണ്ട സമയം പ്രാർത്ഥിച്ച് ഒരു വിശുദ്ധ പൈതലായി നമ്മുടെ നിത്യത നമ്മൾ സ്വന്തമാക്കണം. നമ്മളത് ഉറപ്പ് പ്രാപിക്കണം. ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അതിന് ഉറപ്പ് പ്രാപിക്കണം. ദൈവത്തിന് സ്തോത്രം. ആ ഉറപ്പ് പ്രാപിച്ചേ തീരൂ. അതുകൊണ്ടാണ് യൂദയുടെ പുസ്തകം വായിക്കുമ്പോൾ 14 15 വാക്യം വായിച്ചേ. യൂദയുടെ പുസ്തകം 14 15 വാക്യം വായിച്ചേ. ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവനെ കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും ആയിരം വിശുദ്ധന്മാരോടുകൂടെ. ഇത് ആരാ പ്രവചിച്ചേ? ഹാനോക്ക പ്രവചിച്ചേ. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 24-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ.
ഉൽപ്പത്തി പുസ്തകം 5-24 വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. അപ്പോ ഹാനോക്ക് ആരുടെ കൂടെ നടന്നേ? ദൈവത്തോട് കൂടെ നടന്നു, കൃപ പ്രാപിച്ചു. പഴയ നിയമ വിശുദ്ധനാണ് ഹാനോക്ക്. സ്തോത്രം. ഹാനോക്ക് ഇത്രയും ദൈവത്തോട് കൂടെ നടക്കാൻ എന്താ കാര്യം? ഹാനോക്ക് ദൈവത്തോട് കൂടെ നടക്കാൻ കാരണം വേറെ ഒന്നുമല്ല. ഹാനോക്കിന്റെ വലിയപ്പച്ചൻ ആദം കൊച്ചുമക്കളെല്ലാം വിളിച്ചു നിർത്തും. വിളിച്ചിരുത്തി പറയും, മക്കളെ ഞങ്ങൾക്കൊരു സംഭവം സംഭവിച്ചു. ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാവരും? ഞങ്ങൾക്ക് പിള്ള ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ കറക്റ്റാ പറഞ്ഞു. നമുക്കൊന്ന് സംഭവിച്ചു. എന്താ സംഭവിച്ചേ അപ്പച്ച? കുഞ്ഞുങ്ങളെല്ലാം ചോദിച്ചു, അപ്പച്ചൻ എന്താ സംഭവിച്ചേ? അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു കൊടുത്തു, ആദം പറഞ്ഞു കൊടുത്തു, നിങ്ങളുടെ വല്യമ്മച്ചി ഉണ്ടല്ലോ, ഞാനില്ലാത്ത സമയം നോക്കി അവള് പുറത്തോട്ടിറങ്ങി. ഇറങ്ങിയപ്പോൾ അവളോട് സംസാരിക്കാൻ ഒരു സർപ്പം വന്നു. കണ്ടോ, എന്നെ തട്ടിച്ചാണ് അവൾ പോയത്. അതോടും കൂടെ ഞാനും അവളും ഒക്കെ പുറത്തായി. അതുവരെ ദൈവം ഞങ്ങളോടുകൂടെ ചിരിക്കുകയാണല്ലേ, ദൈവം ഞങ്ങളോടുകൂടെ വാഴുമായിരുന്നു, വരുമായിരുന്നു, താമസിക്കുമായിരുന്നു. എന്തൊരു സന്തോഷമായിരുന്നു. ആ ജീവിതം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ആ സാന്നിധ്യം ഉണ്ടായിരുന്നു, ആ തേജസ് ഉണ്ടായിരുന്നു, ആ കൃപയുണ്ടായിരുന്നു, ആ ശക്തി ഉണ്ടായിരുന്നു, ആ ബലം ഉണ്ടായിരുന്നു, ആ അഭിഷേകം ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ ശബ്ദം ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുമായിരുന്നു. കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ജീവിച്ചു. വൈകുന്നേരം ആകുമ്പോൾ ഇറങ്ങി വരും, ആ കാലൊച്ച ഞങ്ങൾക്ക് കേൾക്കാമായിരുന്നു. പക്ഷെ ഒരു ദിവസം നിങ്ങളുടെ വല്യമ്മച്ചി ഉണ്ടല്ലോ, ഈ ദൈവത്തിൻ്റെ കൽപ്പന ധിക്കരിച്ച് അവൾ പതുക്കെ പുറം ലോകത്തിലേക്ക് ഇറങ്ങി നോക്കാൻ പോയപ്പോൾ സ്തോത്രം, പാമ്പ് ഒന്ന് പാടി ഇവൾ നിന്ന് നൃത്തം ചെയ്തു. പാമ്പിൻ്റെ മടിയിൽ വീണു. അതോടെ പാമ്പിൻ്റെ മടിയിൽ വീണ് എണീറ്റ് വന്ന് എനിക്കും അത് പറിച്ചു തന്നു, ഞാനും കഴിച്ചു, ഇവളും തിന്നു. കർത്താവ് ഇറങ്ങി വന്ന് ഞങ്ങൾ രണ്ടുപേരെയും തൂക്കിയെടുത്ത് പുറത്താക്കി. ഇതതുപോലെ എന്ത് ചെയ്തു? അപ്പച്ചൻ കുഞ്ഞുങ്ങൾക്ക് ഉപദേശം കൊടുത്തു. ഈ ഉപദേശം കേട്ട കുഞ്ഞുങ്ങൾ ഒരു കൂട്ടം പേർക്ക് അത് കളിയായിട്ട് തോന്നി. എന്നാൽ ഹാനോക്ക് പിടിച്ചെടുത്തു. നിങ്ങൾക്ക് മനസ്സിലായോ? ഹാനോക്ക് അത് ഒപ്പിയെടുത്തു. ഞാൻ പറഞ്ഞു, നമ്മളെ പള്ളിക്കകത്ത് ചില കുഞ്ഞുങ്ങളുണ്ട്, അവർ ഒപ്പിയെടുത്തോണ്ടിരിക്കുക ചിലത്. മനസ്സിലായോ? അവർ ഈ വചനം കേൾക്കുമ്പോൾ വലിയവരെല്ലാം ഉപേക്ഷിച്ചിട്ട്, ഞാൻ ഇന്നലെ ഒരു വരി പറഞ്ഞില്ലേ, സ്വത്രം, കുഞ്ഞുങ്ങൾ ഡിലീറ്റ് ചെയ്യും, മുതിർന്നവർ എന്ത് ചെയ്യും? ഡൗൺലോഡ് ചെയ്യും. ഇവിടെ വന്ന് വചനം കേട്ട്, ഇന്ന് അവിടെ പ്രസംഗിച്ചത് ഇതാണ്, അതെനിക്ക് പാടില്ല എന്ന് പറഞ്ഞ് അവരതിനെ ഡിലീറ്റ് ചെയ്തങ്ങ് അയക്കും. മറ്റവർ വലിയവർ ഇവിടെ ഒന്ന് കേട്ടില്ലേ, അവര് അതിനെ വീണ്ടും ഡൗൺലോഡ് ചെയ്ത് അടുത്ത ബാക്കി പരിപാടി തുടങ്ങും. ഇതിനകത്ത് കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, ഓരോ കുഞ്ഞുങ്ങളും. സ്തോത്രം. അപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. പക്ഷെ മറ്റു കുഞ്ഞുങ്ങൾ ആരും അത് അംഗീകരിച്ചില്ല. പക്ഷെ ഹാനോക്ക് അംഗീകരിച്ചു. ഹാനോക്കിനോട് പറഞ്ഞു, ഈ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, മക്കളെ അങ്ങനൊരു കാലഘട്ടം ഞങ്ങൾക്കുണ്ടായിരുന്നു. എന്തൊരു സമാധാനമായിരുന്നു, എന്തൊരു സന്തോഷമായിരുന്നു, എന്തൊരു ആനന്ദമായിരുന്നു. ഞങ്ങൾ സമയം പോകുന്നത് അറിയത്തില്ല. ഞങ്ങൾ ആനന്ദത്തോടെ പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ ഇങ്ങനെ സംഭവിച്ചപ്പോൾ ശാപം വന്നു. മാത്രമല്ല പാപം വന്നു. പാപം വന്നപ്പോൾ മരണം വന്നു. ഞങ്ങളിങ്ങനെ തകർന്നു പോയി. എന്നാൽ നിങ്ങൾ ഈ ദൈവത്തെ ആരാധിക്കണം, ദൈവത്തോട് കൂടെ നടക്കണം, ദൈവത്തെ വിശ്വസിക്കണം, ദൈവവചനം ധ്യാനിക്കണം, ദൈവത്തിൽ തന്നെ വളരണം. ഇത് കേട്ട ഹാനോക്ക് ബാക്കി എല്ലാവരും അത് റിജക്ട് ചെയ്തപ്പോൾ ഈ ഹാനോക്ക് മാത്രം അതെല്ലാം സ്വീകരിച്ചിട്ട് കൂടെ നടക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തോട് കൂടെ പറ്റി നടന്ന ഒരുത്തനാണ്. ഒന്നുകൂടെ വായിച്ചേ. 5:24. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. അപ്പോ ഈ യൂദയിൽ പ്രവചിച്ച ഈ പ്രവാചകൻ, യൂദയുടെ പുസ്തകം 14:15 എന്റെ യേശുവിനെ ഈ പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് ഈ ഇത്രയും കാലഘട്ടത്തിന് മുമ്പേ, യേശു വരുന്നതിനും ഇത്രയും കാലഘട്ടത്തിന് മുമ്പേ, അപ്പോൾ യേശു കർത്താവിന്റെ വരവിന് മുമ്പേ, ഇത്രയും കാലഘട്ടത്തിന് മുമ്പേ ജീവിച്ച ഈ ഹാനോക്ക് എന്ന മനുഷ്യൻ സ്തോത്രം, യേശു ക്രിസ്തുവിനെ കാണണമെങ്കിൽ എത്ര മാത്രം ഇവൻ ക്രിസ്തുവിൽ പറ്റിക്കിടന്നാണ്. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? അല്ലാത്തവർക്ക് ഇത് കാണാൻ പറ്റുമോ? ഇല്ല. ആ യൂദയുടെ പുസ്തകം പഠിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്, ഈ പഴയ നിയമ വിശുദ്ധൻ ഇത്ര മാത്രം ദൈവത്തോട് പറ്റി നിന്നതുകൊണ്ടാണ് അത്രയ്ക്കും ദൈവത്തിൻ്റെ ആത്മാവ് ഈ യൂദയുടെ പുസ്തകത്തിൽ ഇത് വെളിപ്പെടുത്തി കൊടുത്തത്. സ്തോത്രം, ദൈവത്തിന് മഹത്വം. ഒന്ന്, ഈ മനുഷ്യൻ ദൈവത്തോട് കൂടെ നടന്നു. 2, എബ്രായർക്ക് ലേഖനം 15-ാം അധ്യായം 5-ാം വാക്യം 2-ാം ഭാഗം വായിക്കുമ്പോൾ വായിച്ചേ.
ഇന്ന് ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരും, ഞാൻ ഉൾപ്പെടെ, നമ്മൾ കർത്താവിനോട് കൂടെ നടന്നാൽ വലിയ ദൈവപ്രവൃത്തി കാണും. രക്ഷിക്കപ്പെട്ട് മനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകമൊക്കെ പ്രാപിച്ച് അപ്പനോട് കൂടെ നടന്നാൽ പൈതലേ, നമ്മൾ വീണു പോകത്തില്ല. നമ്മളെ തകരാൻ ദൈവം അനുവദിക്കത്തില്ല. നമ്മുടെ കൂടെ കർത്താവ് ഉണ്ട്. ദൈവവചനത്തിൻ്റെ മുമ്പിൽ നമുക്ക് വീഴാ, ദൈവത്തെ ഭയപ്പെടാ. മനുഷ്യന്റെ വാക്കുകൾ വീഴരുത്, ലോകത്തിന്റെ വാക്കുകൾ വീഴരുത്. ആ മായ സകലതും മായ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന എല്ലാം മായയാണ്. ഇതെല്ലാം നമ്മളെ വിട്ട് നീങ്ങിപ്പോകും. ഇതൊന്നും നമ്മൾ രക്ഷിക്കത്തില്ല. രക്ഷിക്കുന്ന യേശുവിനെ ആമേൻ ഉറപ്പായിട്ട് ഈ ഭൂമിയിൽ സ്വത്രം വിശ്വസിച്ച് ആരാധിച്ചില്ലെങ്കിൽ, ആ കർത്താവിനെ രക്ഷകരായി സ്വീകരിച്ചില്ലെങ്കിൽ ഇതുകൊണ്ട് ഒരു നേട്ടവും ഇല്ല സ്നേഹിതരെ. അതുകൊണ്ട് യേശു അപ്പച്ചനെ ഉറപ്പായിട്ട് വിശ്വസിച്ചോളണം, ഏറ്റെടുത്തോളണം, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിക്കൊള്ളണം, കർത്താവിന്റെ മണവാട്ടിയായി മാറിക്കൊള്ളണം, പാപത്തെ വിട്ടുതിരിഞ്ഞോളണം. 1 ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. 2 വായിച്ചേ, എബ്രായർ 11:5 2 ഭാഗം. ലാസ്റ്റ് ഭാഗം വായിച്ചേ. അവനെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചവൻ. ചുമ്മയാണോ ഇത് കണ്ടേ? 1 അവൻ ദൈവത്തോട് കൂടെ നടന്നു. 2 അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. ഹല്ലേലൂയ. 1 അവൻ ദൈവത്തോട് കൂടെ നടന്നു. 2 അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. നിങ്ങൾ കണ്ടോ എബ്രായർ ലേഖനം? ഒന്നുകൂടെ വായിച്ചേ. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. അപ്പോൾ യൂദയുടെ പുസ്തകം 15-ാം വാക്യം വായിക്കുമ്പോൾ അതിലെഴുതിയിരിക്കുന്നു, വായിച്ചേ. യൂദയുടെ പുസ്തകം 15-ാം വാക്യം. ആദാം മുതൽ 7-മനെ ഹാനോക്കും ഇവരെ കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അവക്തിയോടെ ചെയ്ത ഭക്തി. അപ്പൊ അങ്ങനെ ഉള്ള ഒരു കാലഘട്ടത്തിനകത്ത് എന്ന് പറഞ്ഞ അശുദ്ധിയിലും അധർമ്മത്തിലും പാവത്തിലും എന്ന് വേണ്ട സകലത്തിലും കിടക്കുമ്പോൾ ഒരുത്തൻ മാത്രം അവിടെ. ആര്? ദൈവത്തോട് കൂടെ ഹാനോക്ക്. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വേറൊന്നും അല്ല. ഈ ലോകം മുഴുവൻ പാപം കൊണ്ട് പാപത്തിൽ കിടന്നാലും അതിനകത്തും ഈ യേശു അപ്പച്ചനെ അറിഞ്ഞ മക്കൾ അതിനെ ജയിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഈ ഭക്തി കെട്ടവരുടെ നടുവിൽ ഒരുത്തൻ ആരും കൂടെ നടക്കുന്നു? യേശുവിനോട് കൂടെ നടക്കുന്നു. യേശുവിന് പ്രസാദമുള്ളത് മാത്രം അവൻ ചെയ്യുന്നു. എങ്ങനെയുള്ള? ഒന്നുകൂടെ വായിച്ച യൂദയുടെ പുസ്തകം 15. ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തി വിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങൾ നിമിത്തവും ഭക്തികെട്ടവരൊക്കെ ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോട് കൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. വിശുദ്ധന്മാരോട് കൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. എബ്രായർ ലേഖനം 11-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. എബ്രായർ 11:5. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ഹാനോക്ക് എങ്ങനെ എടുക്കപ്പെട്ടെ? മരണം കാണാതെ എടുക്കപ്പെട്ടു. പക്ഷെ യവൻ പ്രവചിച്ചു. എന്തോന്നാ പ്രവചിച്ചേ? ഇതാ ഒരു പ്രശ്നം വരാൻ പോകുന്നു. ഈ ഭക്തി കെട്ടവരോട് സുവിശേഷം വിളിച്ച് പറഞ്ഞു. ആരോട്? ആ ദേശത്തുള്ള ജനം പാപം ചെയ്ത് കിടക്കുമ്പോൾ ഈ ഹാനോക്ക് അനേകരോട് സുവിശേഷം പറഞ്ഞു. അംഗീകരിക്കത്തില്ല. ഭക്തി കെട്ടവരോടാണ് ഈ ആലോചന വിളിച്ച് യൂദയുടെ പുസ്തകത്തിൽ അത് വിളിച്ചു പറഞ്ഞപ്പോൾ സ്വത്രം ഹാനോക്കിനെതിരെ ജനം എഴുന്നേൽക്കാൻ തുടങ്ങി. ഹാനോക്കിനെതിരെ എഴുന്നേറ്റു. ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. ഹാനോക്കിനെതിരെ എഴുന്നേറ്റു. വായിച്ചേ. ആദമും സില്ലയും 4:23. ലാമേക്ക് തന്റെ ഭാര്യമാരോട് പറഞ്ഞത്, ആദായും സില്ലായും ആയുള്ളവരെ എന്റെ വാക്ക് കേൾപ്പിൻ. ലാമേക്കിൻ ഭാര്യമാരെ എന്റെ വചനത്തിന് ചെവി തരുവിൻ. എന്റെ മുറിവിന് പകരം ഞാൻ ഒരു പുരുഷനെയും എന്റെ പരുക്കിന് പകരം ഒരു യുവാവിനെയും കൊല്ലും. ആരെ കൊല്ലുമെന്നാ? ഇവന് നല്ല വേദനിച്ചു. ആരെ പ്രവചിച്ചപ്പോ? ആര് വിളിച്ചു പറഞ്ഞപ്പോ? തെറ്റാണെന്ന് വിളിച്ചു പറഞ്ഞവനെ കൊല്ലാൻ നോക്കി. അപ്പൊ പറയുകയാണ്, അവനെ കുറിച്ച് പറയുകയാണ്. ഒന്നുകൂടെ വായിച്ചേ. ആദായും സില്ലായും ആയുള്ളവരെ എന്റെ വാക്ക് കേൾപ്പിൻ. ലാമേക്കിൻ ഭാര്യമാരെ എന്റെ വചനത്തിന് ചെവി തരും. അപ്പൊ ഈ ആദായും സില്ല ആരാ? ലാമേക്കിന്റെ ഭാര്യമാരാ. എന്റെ വചനം ചെവി തരുവിൻ. എന്റെ മുറിവിന് പകരം ഞാൻ ഒരു പുരുഷനെയും എന്റെ മുറിവിന് പകരം. ഏത് മുറിവ്? നീ നിത്യ നരകത്തിലേ പോകൂ, നീ പാവം വിട്ടു തിരിഞ്ഞില്ലെങ്കിൽ പോക്കാണ് എന്ന് പറഞ്ഞ ആ മുറിവ്, നീ ദൈവത്തെ കണ്ടുമുട്ടണം എന്ന് പറഞ്ഞ മുറിവ്. മനസ്സിലായോ? വായിച്ചേ. എന്റെ പരുക്കിന് പകരം ഒരു യുവാവിനെയും കൊല്ലും. കയ്യിന് വേണ്ടി 7 ഇരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമേക്കിന് വേണ്ടി 77 ഇരട്ടി പകരം ചെയ്യും. 77 ഇരട്ടി പകരം ചെയ്യും. സ്തോത്രം. ദൈവം ഇതെല്ലാം കണ്ടോണ്ടിരുന്നു. ഹാനോക്ക് ആരുടെ കൂടെ നടന്നേ? ദൈവത്തോട് കൂടെ.
ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു. കർത്താവിൻ്റെ കൂടെ നടന്നു, കർത്താവിൽ ജീവിച്ചു. തൻ്റെ പ്രായമുള്ള എല്ലാവരും പാപം ചെയ്യുമ്പോൾ ഈ മനുഷ്യൻ മാത്രം പാപം ചെയ്യാതെ, പലരും പറഞ്ഞാണ് വട്ടെന്ന് പറഞ്ഞാണ്, സ്തോത്രം, ഭ്രാന്തനെന്ന് പറഞ്ഞാണ്, ഇതെന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാണ്, നിനക്കെന്തോ വിഷയമാണെന്ന് പറഞ്ഞാണ്. പക്ഷേ അവിടെ ഒന്നും ഹനോക്ക് തളർന്നില്ല. ഹനോക്ക് ദൈവത്തോട് കൂടെ തന്നെ നടന്നു, ദൈവശബ്ദം കേട്ടുകൊണ്ടേയിരുന്നു, ദൈവകൃപയിൽ വളർന്നു. ആ മനുഷ്യൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ടേയിരുന്നു. സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സത്യം വിളിച്ചു പറഞ്ഞ ആ ഒരുക്കുന്ന ദൈവം കണ്ടിട്ട് മരണത്തിൻ്റെ മണം പോലും തട്ടാതെ എൻ്റെ ദൈവം ഹാനോക്കിനെ സ്തോത്രം മരണമില്ലാതെ കൊണ്ടുപോയി. കണ്ടോ, മനുഷ്യൻ ലോകം തകർത്ത് കളയുമെന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ കൂടെ പാർക്കുന്ന പൈതലെ, നിനക്ക് ഭയപ്പെടാനൊന്നുമില്ല. അപ്പച്ചൻ്റെ കൂടെയാണോ നടക്കുന്നത്? ഓ, അപ്പൻ്റെ കൂടെയാണോ നീ താമസിക്കുന്നത്? ഒന്നിനെക്കുറിച്ചും ഭയപ്പെടണ്ട. എല്ലാ നിമിഷവും അപ്പച്ചൻ കൂടെ ഇരിക്കും. അപ്പനെ കണ്ടുമുട്ടി അപ്പൻ്റെ വചനത്തിലൂടെ ജീവിച്ചാൽ പൈതലെ, നമുക്ക് വേറെ ഒരു അടിസ്ഥാനമില്ല. അടിസ്ഥാനം ഒന്നേ ഉള്ളൂ, അത് യേശു എന്ന അടിസ്ഥാനം. ആ അടിസ്ഥാനത്തിൻ്റെ മേൽ ആണ് എൻ്റെ ജീവിതമെങ്കിൽ, ആ വചനത്തിലാണ് ജീവിതമെങ്കിൽ, കാറ്റില്ലെന്നല്ല, പ്രശ്നമില്ലെന്നല്ല, പ്രതികൂലമില്ലെന്നല്ല, പ്രതിസന്ധി ഇല്ലെന്നല്ല, ഒറ്റപ്പെടലില്ലെന്നല്ല, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിനകത്ത് വരും. എന്നാൽ സത്യവചനം അനുസരിച്ച് ജീവിതത്തിന്റെ ഓരോ മേഖലയ്ക്കകത്തും എൻ്റെ കർത്താവ് തന്ന സമയത്തിനുള്ളിൽ അപ്പച്ചനെ കണ്ടുമുട്ടി അപ്പൻ്റെ വചനം സ്വീകരിച്ച് പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കുറവുകളെ ഉണർന്ന് ഈ ലോകത്തിലുള്ളത് ഒന്നിനും നമ്മെ രക്ഷിക്കാൻ കഴിയത്തില്ല. ലോകത്തിലുള്ളത് ഒന്നിനും നമ്മളെ രക്ഷിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഒരു മനുഷ്യൻ തൻ്റെ സമ്പത്ത് മുഴുവൻ കൂട്ടിവെച്ചിട്ട് താൻ തന്നെ പറഞ്ഞു, സ്തോത്രം, എന്തെന്നാ പറഞ്ഞേ, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. എന്നാൽ കർത്താവ് ചോദിച്ചു, മൂടാ, ഇന്ന് നിന്റെ ആത്മാവിനെ എടുത്താൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? ഇവൻ അടുത്തടുത്ത് ഒരുക്കി വെക്കുന്നുണ്ട്, പക്ഷെ ആത്മരക്ഷ പ്രാപിച്ചില്ല. ഇതൊന്നും സ്വർഗത്തിൽ കൊണ്ടുപോകാനും പറ്റത്തില്ല. ഈ പേര് കൊണ്ടുപോകാൻ പറ്റുമോ സഹോദരങ്ങളെ? ഇവിടുത്തെ വല്ല പ്രശസ്തിയും കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. ഇവിടെ നമ്മൾ കർത്താവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടേ തീരൂ, കർത്താവിൽ മറഞ്ഞിരുന്നേ തീരൂ, പാപങ്ങളെ ഏറ്റുപറഞ്ഞേ തീരൂ. നമ്മൾ എത്ര മിടുക്കി എന്ന് പറഞ്ഞാലും ഒരു പ്രാവശ്യം ഛർദ്ദിക്കണ്ട. ഛർദ്ദിക്കാനൊന്ന് വന്നാൽ മതി, നമ്മൾ കുഴയും. ഞാൻ അങ്ങനെയാണ്. ഛർദ്ദിക്കേണ്ട സംഭവം വന്നാൽ മതി, ആളെപ്പം ചുരുണ്ടെന്ന് ചോദിച്ചാൽ മതി. അത് മാത്രം ചുരുണ്ടു. ഇതാണ് മനുഷ്യൻ്റെ ആരോഗ്യം. പിന്നെ എത്ര ആരോഗ്യമുള്ള ആളായിരുന്നാലും 2 അല്ലെങ്കിൽ 3 പ്രാവശ്യം ഛർദ്ദിച്ചു കഴിഞ്ഞാൽ ആള് ചുരുണ്ട തന്നെ. ഇതാണ് മനുഷ്യൻ്റെ ബലം. ഇത്രയേ ഉള്ളൂ ഈ ജഡത്തിൻ്റെ ആരോഗ്യം. സ്തോത്രം. ഈ ജഡം ഒന്നും പ്രശംസിക്കാനില്ല. പ്രശംസിക്കുന്നവർ ക്രിസ്തുവിൽ പ്രശംസിക്കട്ടെ, ക്രൂശിൽ പ്രശംസിക്കട്ടെ. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ആഴമായ തിരുവചനങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രതികൂലങ്ങളുണ്ട്. ഒരുപക്ഷെ പ്രതികൂലത്തിലായിരിക്കാം വന്നത്, ഭാരത്തിലായിരിക്കാം വന്നത്, പ്രശ്നത്തിലായിരിക്കാം വന്നത്, പ്രതിസന്ധിയിലായിരിക്കാം വന്നത്. പക്ഷേ അവിടെ ഓരോടും തളർന്നു പോകണ്ട. കർത്താവ് കൂടെ ഉണ്ട്. യേശു എൻ്റെ അകത്ത് ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ, യേശുവിലാണ് ജീവിക്കുന്നതെന്ന് ഉറപ്പുണ്ടെങ്കിൽ, നിത്യത ഉറപ്പാക്കിയിട്ടാണ് നടക്കുന്നതെങ്കിൽ, ആ പൈതലിന് ഓരോരുത്ത് പോയാലും പേടിക്കാനില്ല. ഹല്ലേലൂയ. അല്ലെങ്കിൽ ആ പൈതലിന് പേടിക്കേണ്ടി വരും. ആ പൈതൽ തള്ളപ്പെടാൻ ഇടയെത്തീരും. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, ഹല്ലേലൂയ, സ്തോത്രം, നമ്മൾ തള്ളപ്പെടുന്നവരുടെ കൂട്ടത്തിലാണോ? കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലാണോ? ഹല്ലേലൂയ. ആരൊക്കെ വിശ്വസിക്കുന്നു? ആരൊക്കെ ഏറ്റു പറയുന്നു? ആർക്കൊക്കെ ഉറപ്പായിട്ട് പറയാൻ പറ്റും, യേശു അപ്പച്ചൻ ഇന്ന് എന്നെ വിളിച്ചാലും അല്ലെങ്കിൽ ഇന്ന് വന്നാലും ഞാൻ ഉറപ്പായിട്ട് പോകും എന്ന് പറയാൻ എത്രവർക്ക് കഴിയും? കുഞ്ഞുങ്ങളോട് ഞാൻ പറയട്ടെ, ഒരു കുഞ്ഞ് ഈ വചനം എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും സ്നാനപ്പെടണമെന്നുണ്ട്. അതൊന്ന് ചോദിക്കുകയാണ്, ഞാൻ സ്നാനപ്പെടണമെങ്കിൽ എത്ര വയസ്സാകണം? എന്നാൽ അറിവുള്ളവർക്ക് പറഞ്ഞിട്ടും അവർക്ക് മനസ്സിലാകുന്നുമില്ല, തലയിൽ കയറുന്നും ഇല്ല. കർത്താവ് ഒന്ന് തള്ളപ്പെടും, ഉറപ്പ്. എതിർ ക്രിസ്തുവിൻ്റെ 666 മുദ്രയും വാങ്ങി ഇവിടെ കിടന്ന് വെള്ളം കുടിക്കും, അത്രയേ ഉള്ളൂ. വീടില്ലാതെ, കിടക്കാൻ സ്ഥലമില്ലാതെ, വസ്ത്രമില്ലാതെ, കിടക്കാടയില്ലാതെ അപ്പനും അമ്മയും രക്ഷിക്കപ്പെടുന്നെങ്കിൽ അവരങ്ങ് പോകും. അവരെ സ്നാനപ്പെട്ട് കർത്താവിനായിട്ട് ജീവിക്കുന്നെങ്കിൽ അവരങ്ങ് കയറി പോകും. ബാക്കി ആ തലമുറകൾ സ്നാനം കൊടുക്കേണ്ട സമയത്ത് സ്നാനപ്പെടാതെ, കർത്താവിനോട് കൂടെ ജീവിക്കാതെ തള്ളപ്പെട്ട് ഇവിടെ കിടന്നാലേയും. അപ്പോഴാണ് മനസ്സിലാക്കുന്നത്, പറ്റിപ്പോയല്ലോ, ഒരു രക്ഷയില്ല. പിന്നെ രക്ഷപ്പെടാൻ നോക്കിയാൽ പറ്റുമോ? ഇല്ല. തള്ളപ്പെട്ട് കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, അവസരങ്ങൾ എപ്പോഴും നമ്മളെ കാത്തിരിക്കത്തില്ല. അവസരം നമ്മൾ പ്രയോജനപ്പെടുത്തണം. സമയം നമുക്ക് കാത്തു നിൽക്കത്തില്ല. നമുക്ക് ലഭിക്കുന്ന സമയം നമ്മൾ പ്രയോജനപ്പെടുത്തണം. നമ്മൾ ആ സമയം കളയല്ലേ. ഇപ്പോഴാകുന്ന സുപ്രസാദ കാലം, ഇപ്പോഴാകുന്ന രക്ഷാസമയം. കർത്താവിനെ കണ്ടെത്താകേണ്ട സമയത്ത് കണ്ടെത്തണം.
പാവത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. ഒരു മൃഗ സ്വഭാവം നമുക്ക് വേണ്ട, ഒരു ക്രിസ്തുവിൻ്റെ സ്വഭാവം നമുക്ക് മതി. നമ്മുടെ സ്വഭാവം എല്ലാം മൃഗ സ്വഭാവമാണ്. പാവത്തിന് പാൽ കൊടുത്ത് പാക്കറ്റിലിട്ടുകൊണ്ട് നടക്കുകയല്ലേ. ഈ പാവം ഒരു ദിവസം കൊത്തി നരകത്തിലേക്ക് കൊണ്ടുപോകും. ഈ പാവമെന്ന വിഷം നമ്മളെ കൊത്തി നമുക്ക് ആദ്യം നല്ല സ്വാദായിട്ട് തോന്നും, ഇല്ലേ? ആദ്യം നല്ല സ്വാദായിട്ട് തോന്നും. പിന്നത്തേതിൽ ആ പാവമെന്ന പാമ്പ് നമ്മളെ കൊത്തി. പക്ഷെ അവർ പറഞ്ഞു കൊടുത്തു, ആദം പറഞ്ഞു, മക്കളെ നിങ്ങൾ കർത്താവിനോട് കൂടെ നടക്കണം കേട്ടോ. അതുപോലെ അവിടെ ഒരു കുഞ്ഞ് മാത്രമാണ് അന്ന് ആ വചനം കേട്ടത്. ആ കുഞ്ഞ് അപ്പനോട് കൂടെ നടക്കുകയും ചെയ്തു. ആ അപ്പൻ്റെ കൂടെ നടന്നു, അപ്പൻ്റെ ശബ്ദം കേട്ടു, അപ്പൻ്റെ കൂടെ എടുക്കപ്പെട്ടു. ഞാൻ പറയട്ടെ, കർത്താവിൻ്റെ കൂടെ നടക്കണമെങ്കിൽ അങ്ങനൊരു ആളായി നമ്മൾ മാറണം. 4 വിരൽ നീളമുള്ള ആയുസ്സിൽ അപ്പച്ചനോട് പ്രശ്നമില്ലെന്നല്ല, പ്രശ്നം ആർക്കാ ഇല്ലാത്ത? എല്ലാവർക്കും പ്രശ്നമുണ്ട് ഈ ലോകത്തിൽ. ഒന്നല്ലെങ്കിൽ ഒന്നുമുണ്ട്. സ്വത്രം. ആ പ്രശ്നങ്ങൾ ഇതൊന്നും അവസാനമല്ല. ഇതിൻ്റെ അപ്പുറത്ത് നമ്മൾ യുഗായുഗം ഒരു ജീവിതമുണ്ട്. സ്വത്രം. ഇതിൻ്റെ നടുവിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട ജനമാണ്. പക്ഷേ അതിനെ കളങ്കമാക്കാൻ നമ്മൾ നോക്കരുത്, കളങ്കമാകരുത്. നമ്മുടെ കർത്താവിൻ്റെ മുമ്പിൽ എന്തും തുറന്നു കിടക്കുകയാണ്. പാപം ചെയ്ത് നമുക്കൊരു വിലയുണ്ട്, ആ വില കളയരുത്. ക്രിസ്തുവിനായിട്ട് ജീവിക്കണം, ക്രിസ്തുവിൻ്റെതായി മാറണം. ഒരു രഹസ്യങ്ങളും നമുക്ക് വേണ്ട. ക്രിസ്തു എല്ലാ അറയ്ക്കകത്തും ഇന്നു മുതൽ ഇറങ്ങി വസിക്കട്ടെ. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അടുത്ത വരി. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ? അടുത്ത വരി. നല്ല വൃക്ഷമൊക്കെ നല്ല ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷമൊക്കെ. ഉപവാസ പ്രാർത്ഥനയുടെ അവസാന ദിവസം ഇതാണോ സിസ്റ്റർ? പ്രസംഗം എന്നാണോ തരുന്നത്? എന്ത് ചെയ്യാൻ പറ്റൂ? പറയാൻ പറ്റൂ. ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും. കണ്ടോ? നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും. ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയുകയില്ല. കണ്ടോ? നല്ല വൃക്ഷം യേശു ആണ് എൻ്റെ അകത്തെങ്കിൽ അതിൻ്റെ ഫലേ വരൂ, അല്ലെങ്കിൽ അല്ലാത്ത ഫലേ വരൂ. നമ്മൾ നോക്കണം എന്ത് ഫലമാണ് വരുന്നത്. അടുത്ത വരി. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെ വെട്ടി തീയിലിടുന്നു. അടുത്ത. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. നമ്മുടെ ഫലത്താൽ അറിയാം, നമ്മുടെ സ്വഭാവത്താൽ അറിയാം. എല്ലാവർക്കും അറിയാം. വീട്ടിനകത്തുള്ളവർക്ക് ആദ്യം അറിയാം നമ്മൾ ആരാണെന്നും നമ്മളെങ്ങനെയുള്ള സ്വഭാവമാണെന്നും വീട്ടുകാർക്ക് കുറേയൊക്കെ അറിയാം. എന്നാലും 100% അറിഞ്ഞുകൂടാ. 100% അറിഞ്ഞുകൂടാ. 100%വും 100-150% അറിയാം എന്നുള്ളത് യേശുവാണ്. അല്ലേ? അടുത്തവർ വായിച്ചേ. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവർ ഏവനുമല്ല. കണ്ടോ? എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതിനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കണ്ടോ? പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നു. അടുത്ത്. കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീരപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. ഒരുപാട് പേര് പറയും. അടുത്ത്. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാൾ നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവിൻ. അത്ഭുതങ്ങളെ കാണുമ്പോൾ നമ്മളങ്ങ് വീണു പോകും, അതിശയങ്ങളെ കാണുമ്പോൾ നമ്മളങ്ങ് വീണു പോകും. പക്ഷെ എല്ലാ അത്ഭുതങ്ങളും സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവിലല്ല. അപ്പൊ വീണു പോകും മനുഷ്യൻ. കാണുമ്പോൾ അങ്ങോട്ടോടും. അവിടെ ഭയങ്കര ഇതാന്ന് പറയും. ഏതൊരു വെള്ളിയാഴ്ച ഇവിടെ ആരാധന കഴിഞ്ഞ് പുറത്തിറങ്ങി ഒരാൾ സംസാരിച്ചു, അയ്യോ ഇന്ന ആ പേര് മറന്നുപോയി, ആ സ്ഥലത്താണെങ്കിൽ വെള്ളിയാഴ്ച ദിവസം പോയ എന്തൊരു ആരാധന. കണ്ട, അവർക്ക് തൃപ്തിപ്പെട്ടില്ല. സത്യവചനം തൃപ്തിപ്പെടാത്തോണ്ടാ അത് വന്ന്. ദൈവത്തിന് സ്തോത്രം. വായിച്ചെടുത്ത വരി. ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നതിനൊക്കെയും വചനപ്രകാരം ജീവിതത്തെ ക്രമീകരിച്ച് കർത്താവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ട്. നമ്മളെ കൊണ്ട് കഴിയത്തില്ല വചനപ്രകാരം ജീവിക്കാൻ. ആരെ കൊണ്ടും പറ്റില്ല, എന്നെ കൊണ്ടും പറ്റത്തില്ല. പിന്നെ എവിടെയെങ്കിലും ഒരു ശകലമെങ്കിലും ജീവിക്കണമെങ്കിൽ ഞാൻ മരിച്ചു കൊടുത്താലേ ജീവിക്കാൻ പറ്റൂ. എന്നെ കൊണ്ട് പറ്റൂലപ്പാ. ഞാനിത് എന്നെ അങ്ങയുടെ കരുതി തരുന്നു. ഞാൻ സംസാരിക്കാതിരിക്കാം, ഞാൻ ചലിക്കാതിരിക്കാം, ഞാൻ പ്രവർത്തിക്കാതിരിക്കാം. അങ്ങ് പ്രവർത്തിച്ചാൽ മതി, അങ്ങ് ചെയ്താൽ മതി, അങ്ങ് ഇടപെട്ടാൽ മതി, അങ്ങക്ക് എന്താണ് ചെയ്യേണ്ടത് അത് മതിയപ്പാ എന്നൊരാള് യേശുവിന് കൊടുക്കുമ്പോൾ കർത്താവ് കൈകാര്യം ചെയ്തു. അവിടെ മാത്രമേ ചെയ്യാൻ പറ്റൂ. അല്ല, നമ്മുടെ ഒരു കഴിവ് കൊണ്ടൊന്നും ഈ വചനം ഒറ്റ വാക്യം പോലും അനുസരിക്കും, ഒരു വരി, ഒരു അക്ഷരം പോലും. അടുത്ത വരി വായിച്ചേ. ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകും. അടുത്ത വരി. വന്മഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി. കണ്ടോ? ക്രിസ്തുവിൽ ജീവിച്ച, രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകമൊക്കെ പ്രാപിച്ച് കർത്താവിനായിട്ട് ജീവിച്ചാൽ
ഭയങ്കര പ്രശ്നമൊക്കെ വരുമ്പോഴൊന്നും ആ പൈതൽ തളരേയില്ല. അവർ പറയും പ്രശ്നം വന്നാലും പ്രതിസന്ധി വന്നാലും എനിക്ക് യേശു ഉണ്ടല്ലോ. ഹല്ലേലൂയ. അവർ തളരത്തില്ല, അവർ പതറിപ്പോകത്തില്ല. സ്തോത്രം. യേശുവൻ കൂടെയുള്ളതിനാ തിരകളിൻ മീതെ ഞാൻ ഓടും. യേശുവൻ കൂടെയുള്ളതിനാ തിരകളിൻ മീതെ ഞാൻ ഓടും. താഴാതവൻ കരം താങ്ങും, ചെരുകിലവൻ പാതെ ചേരും. താഴാതവൻ കരം താങ്ങും, ചെരുകിൽ അവൻ പാതെ ചേരും. യേശുവൻ കൂടെയുള്ളതിനാ തിരകളിൻ മീതെ ഞാൻ ഓടും. യേശുവൻ കൂടെയുള്ളതിനാ തിരകളിൻ മീതെ ഞാൻ ഓടും. ഹല്ലേലൂയ. തിരമാലകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ കാണും. പക്ഷെ യേശുവിലാണെങ്കിൽ ആ ഓട്ടം സ്ട്രക്കാകത്തില്ല. എന്തെല്ലാം പ്രതിസന്ധി വരുമ്പോഴും, എന്തൊക്കെ പ്രതികൂലം വരുമ്പോഴും, എന്തൊക്കെ കണ്ണീര് വരുമ്പോഴും ആ സമയത്ത് കർത്താവ് ഇറങ്ങി അവിടെ ഒരു ആശ്വാസം സമാധാനവും ദൈവം തരും. എൻ്റെ ജീവിതത്തിനകത്ത് 6 വർഷം കൊണ്ട് എനിക്ക് എൻ്റെ ദൈവം തരുന്ന സമാധാനം ചിന്തിച്ചാൽ എനിക്കറിഞ്ഞുകൂടാ അത് പറഞ്ഞറിയിക്കാൻ. ഞാൻ ചിന്തിക്കും, കർത്താവേ എങ്ങനെ ഇങ്ങനെ നടക്കുന്നു? എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം, ഏത് തീച്ചുളയ്ക്കകത്തും നമ്മളിൽ ക്രിസ്തു ഉണ്ടെങ്കിൽ നമ്മളെ വിട്ടു മാറത്തില്ല. രാത്രിയിലും പകലിലും പ്രശ്നങ്ങളിൽ മാറിപ്പോകുന്ന ആളല്ല ദൈവം. മനുഷ്യൻ പ്രശ്നങ്ങളിലൊക്കെ മാറിപ്പോകും. പ്രതിസന്ധിയൊക്കെ വരുമ്പോൾ മാറിപ്പോകും. പ്രതികൂലങ്ങളൊക്കെ വരുമ്പോൾ മനുഷ്യൻ മാറിപ്പോകും. കണ്ണീര് വരുമ്പോൾ മനുഷ്യരകന്ന് മാറും. ദുഃഖങ്ങളും നിരാശകളൊക്കെ വരുമ്പോൾ ഒരുപക്ഷെ മനുഷ്യരകന്ന് മാറും. പക്ഷെ യേശുപ്പച്ചൻ നമ്മളെ അകന്ന് മാറത്തില്ല. പ്രതികൂലമെനിക്കെന്തും വരട്ടെ, പാരിൽ എല്ലാരും പരിഹസിച്ചിടട്ടെ, പാട്ടുകൾ പാടി ഞാൻ പോകും, കുരിശിന്റെ ജയക്കൊടിയേന്തി. പാട്ടുകൾ പാടി ഞാൻ പോകും, കുരിശിന്റെ ജയക്കൊടി ഏന്തി. യേശുവൻ കൂടെയുള്ളതിനാ തിരകളിൻ മീതെ ഞാൻ ഓടും. താഴാതവൻ കരം താങ്ങും, ചേരുകില്ലവൻ പാതെ ചേരും. താഴാതവൻ കരം താങ്ങും, ചേരുകില്ലവൻ പാതെ ചേരും. രാവിലൻ കൂടെ വന്നിരിക്കും പ്രിയൻ, പകലവൻ തണലാതിൽ നടക്കും. കിടക്കയിൽ അവൻ സുഖമരുളും, മരിക്കുകിൽ അവൻ പാതെ ചേരും. കിടക്കയിൽ അവൻ സുഖമരുളും, മരിക്കുകിൽ അവൻ പാതെ ചേരും. യേശുവൻ കൂടെയുള്ളതിനാ തിരകളിൻ മീതെ ഞാൻ ഓടും. താഴാതവൻ കരം താങ്ങും, ചെരുകിൽ അവൻ പാദം ചേരും. താഴാതവൻ കരം താങ്ങും, ചെരുകിൽ അവൻ പാതെ ചേരും. താഴാതവൻ കരം താങ്ങും,
ചെരുകിൽ അവൻ പാത ചേരും. ഹല്ലേലൂയ. എൻ്റെ ഏക പ്രത്യാശയാണ്, എവിടെ പോയാലും ക്രിസ്തുവിനെ ആരാധിക്കുന്ന ഒരു പൈതലിന് പറയും, ഉറക്കത്തിലാണ് അപ്പച്ചൻ വന്നാൽ ഞാൻ ഉണരുമ്പോൾ അപ്പൻ്റെ അടുത്ത് കാണും. എന്താണ് ഭക്തൻ്റെ പ്രത്യാശ? ഞാൻ മിക്കവാറും രാത്രികളിൽ ഇത് ചിന്തിക്കാറുണ്ട്. കർത്താവ് ഇന്ന് രാത്രിയാണങ്ങ് വന്നാൽ പുലരുമ്പോൾ ഞാൻ അവിടെ അപ്പച്ചൻ്റെ അടുത്ത് കാണും. ഓ ജീസസ്, നമുക്കൊരു പ്രത്യാശ വേണം, ഒരു പ്രത്യാശ വേണം. പ്രത്യാശയില്ലാത്തവരെ പോലെ ആകരുത്. ക്രിസ്തുവിൽ ജീവിക്കുന്ന പൈതലിന് എപ്പോഴും പ്രത്യാശയുണ്ട്. പ്രതികൂലം ഇല്ലെന്നല്ല, പ്രതികൂലമുണ്ട്, പ്രശ്നമുണ്ട്, പ്രതിസന്ധിയുണ്ട്, കണ്ണീരുണ്ട്, ഞെരുക്കമുണ്ട്, ദുഃഖമുണ്ട്, നിസ്സഹായതയോടെ നിൽക്കേണ്ട സാഹചര്യം ഒരുപാട് വരും. നോക്കിക്കൊണ്ട് നിൽക്കാനേ പറ്റൂ. മനുഷ്യർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പ്രതികൂലം നമ്മൾ ചിലപ്പോൾ തകർത്തു കളയുമെന്ന് തോന്നും. അപ്പോഴും കർത്താവ് ഇറങ്ങി വന്നെന്ന് പറയും, എൻ്റെ കൃപ നിനക്ക് മതി, എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. യേശുപ്പച്ചൻ്റെ അടുക്കൽ എൻ്റെ പിള്ള പോകുമ്പോൾ എൻ്റെ അടുക്കൽ യേശു ഇറങ്ങി വന്നെന്ന് പറഞ്ഞ് ശബ്ദമായത്, എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. എത്ര തവണ ഞാൻ കേട്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ ഒരു വചനം ഈ 6 വർഷം കൊണ്ട് നടത്തുകയാണ്. യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. കർത്താവിനെ കണ്ടുമുട്ടി കർത്താവിൽ നമ്മൾ വിശ്വസ്തതയോടെ ജീവിച്ചാൽ, എവിടെ വച്ച് കർത്താവ് വിളിച്ചാലും, കർത്താവ് എവിടെ വച്ച് നമ്മുടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോഴാണ് യേശു വന്നാൽ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാം. യേശു ഇല്ലെങ്കിൽ ഇവിടെ കെട്ടിപ്പിടിച്ച് വച്ചിരിക്കുന്നതൊന്നും നമ്മളെ രക്ഷിക്കത്തില്ല. നമുക്കൊരുപാട് സമ്പത്ത് ഉണ്ടായിരിക്കാം, നമുക്ക് നന്മകൾ ഒരുപാട് ഉണ്ടായിരിക്കാം, സാമ്പത്തികമായിട്ട് എല്ലാ വഴികളും ഉണ്ടായിരിക്കാം, ഏക്കർ കണക്കിന് വസ്തുക്കൾ നമുക്കുണ്ടായിരിക്കാം, വീടും പേരും പ്രശസ്തിയും കഴിവും ജ്ഞാനവും ഉണ്ടായിരിക്കാം. പക്ഷേ ഇതിനൊന്നിനും നമ്മളെ രക്ഷിക്കാനോ നമ്മുടെ കൂടെ വരാനോ കഴിയത്തില്ല. ഇതൊക്കെ നമ്മൾ അനുഭവിക്കുമ്പോഴും ഇതിൻ്റെ നടുവിൽ നമ്മുടെ ദേശം സ്വർഗമാണെന്നും നമ്മളിവിടെ പരദേശികളാണെന്നും ഒരു ഭവനം നമുക്കുണ്ടെന്നും അത് എൻ്റെ കർത്താവ് എഞ്ചിനീയറായി ശില്പിയായി നിർമ്മിച്ച 12 വിധ രത്നങ്ങളുള്ള മതിൽ പോലും രത്നങ്ങളാൽ അടിസ്ഥാനമിട്ട ഒരു കൊട്ടാരമുണ്ടെന്നും അത് ഈ ലോകത്തിൽ ഒരു എഞ്ചിനീയറിനും പണിയാൻ കഴിയാത്ത, വരയ്ക്കാൻ കഴിയാത്ത, പഠിപ്പിക്കാൻ കഴിയാത്ത രത്നം കൊണ്ട കൊട്ടാരം തൻ്റെ മണവാട്ടികൾക്കായി കാത്തിരിക്കുമ്പോൾ ഈ ലോകത്തിലുള്ളതെല്ലാം ചപ്പെന്നും ചവറെന്നും വലിച്ചെറിഞ്ഞ്, യേശപ്പാ അങ്ങ് മാത്രം കർത്താവ്, ഞാനേതുമല്ല, എൻ്റെ സമ്പത്തിന് എന്നെ രക്ഷിക്കാൻ കഴിയത്തില്ല, എൻ്റെ പഠിപ്പിനോ എൻ്റെ കഴിവിനോ എൻ്റെ മിടുക്കിനോ എൻ്റെ ആരോഗ്യത്തിനോ എന്നെ രക്ഷിക്കാൻ കഴിയത്തില്ല. അപ്പാ ഒരു കാറ്റടിച്ചാൽ ഞാൻ പോകും. പക്ഷേ യേശു അപ്പച്ചൻ്റെ ഹൃദയത്തിനകത്തൊന്ന് വരണേ. ഇവിടെ വിട്ടെന്ന് അങ്ങോട്ട് വരേണ്ടി വന്നാലും എൻ്റെ അപ്പൻ്റെ അടുത്ത് വന്ന് എനിക്കിരിക്കണം. ആർക്കൊക്കെ ആഗ്രഹമുണ്ട്? സ്തോത്രം. നമ്മുടെ സഭയിൽ രക്ഷിക്കപ്പെടാത്ത എല്ലാവരും രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടാത്ത എല്ലാവരും സ്നാനപ്പെടണം. കൊച്ചുമക്കളെ മാതാപിതാക്കൾ ഉപദേശിക്കണം, അവരോട് വചനം പറഞ്ഞു കൊടുക്കണം. അവർ കർത്താവിനെ കണ്ടുമുട്ടട്ടെ. വായിച്ചേ അടുത്തവരെ. വായിച്ചേ. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി. ക്രിസ്തുവിൽ ജീവിക്കുന്ന പൈതലിനെ വൻമഴയുണ്ട്, നദികൾ പൊങ്ങി, കാറ്റടിച്ച്, ഒരുപാട് കാറ്റ് ശക്തമായിട്ട് അടിക്കും. പ്രതികൂലമെന്ന കാറ്റ് ശക്തമായിട്ട് അടിക്കും. അടുത്ത് ആ വീട്ടിന്മേൽ അലച്ചു, ആ വീട്ടിന്മേൽ, ആ ദൈവ പൈതലിന്റെ മേൽ, ആ ക്രിസ്തുവിൽ നിൽക്കുന്ന പൈതലിന്റെ മേൽ ശക്തമായിട്ടൊന്ന് തള്ളിയിടാൻ കണക്കിന് അടിച്ചു. അടുത്ത് അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ. പക്ഷെ പ്രശ്നം ഉണ്ടായി, പ്രതികൂലം ഉണ്ടായി. വീഴാത്ത കാരണം നമ്മുടെ കഴിവല്ല നിൻ കൃപയാണ്, ബലമല്ല നിൻ ദയയാണ്, കഴിവല്ല നിൻ കൃപയാണ്, ബലമല്ല നിൻ ദയയാണ്. ഞങ്ങൾ ഇതുവരെ
നീ മാത്രം എന്നേശുവേ. ഞങ്ങൾ ഇതുവരെ എത്തുവാ നീ മാത്രം എൻ യേശുവേ. ഞങ്ങൾ ഇതുവരെ എത്തുവാ നീ മാത്രം എൻ ദൈവമേ. കഴിവല്ല നീ കൃപയാണ്, ബലമല്ല നിത്യയാണ്. കഴിവല്ല കൃപയാണ്, ബലമല്ല നിത്യയാണ്. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ യേശുവേ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ ദൈവമേ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം യേശുവേ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ ദൈവമേ. ഹല്ലേലൂയ. ഞാനിവിടെ ആദ്യ പാട്ട് പാടിയപ്പോൾ എൻ്റെ മോനെ കീബോർഡ് ഒരു എന്ത് പറയാൻ യേശുപ്പൻ്റെ പിള്ളയായിരുന്നു. ആ വേദനയുടെ നടുവിൽ നമ്മുടെ സഭയിലുള്ള എല്ലാവരും, എനിക്കറിഞ്ഞില്ല, എല്ലാവരും എനിക്ക് മറക്കാൻ പറ്റില്ല, എല്ലാവരും ഒരു താങ്ങായി തണലായി ആ സമയത്തൊക്കെ എല്ലായിടത്തും എവിടെ പോകുമ്പോഴും എൻ്റെ കൂടെ നമ്മളെ സഭയിലുള്ള എല്ലാവരും ഉണ്ട്. വലിയവരും ചെറിയ ഞങ്ങളുടെ കൂടെ ഉണ്ട്. രാത്രിയും പകലും 12 മണിക്കും 1 മണിക്കും രാത്രി ഉറക്കമില്ലാതെ ഞങ്ങളുടെ വീട്ടിലെ പകലെ എത്ര നാൾ ഞങ്ങളുടെ കൂടെ 7 മാസം ഞങ്ങളുടെ കൂടെ നമ്മുടെ സഭയിലുള്ള ആൾക്കാരെല്ലാം ഞങ്ങളുടെ കൂടെ രാവും പകലും ഒരു വേദനിപ്പിക്കുന്ന വാക്ക് പറയാതെ, സഭയിലെ ശുശ്രൂഷയ്ക്കകത്ത് വന്ന ആൾക്കാർ വേദനിപ്പിക്കുന്നൊരു വാക്ക് പറയാതെ, ഒരു കുത്തുവാക്ക് പറയാതെ ഞങ്ങളെ താങ്ങുന്ന വാക്ക് തന്ന് തണുപ്പിച്ച് ഓർക്കുമ്പോൾ സ്വത്രം നന്ദിയല്ലാതെ, എൻ്റെ അപ്പന് നന്ദി പറയാനല്ലാതെ വേറൊന്നുമില്ല. ആ തീച്ചൂളയുടെ നടുവിൽ സ്വത്രം താങ്ങിയൊരു സഭയുണ്ട്. ഞാൻ ഇവിടെ പാടിയപ്പോൾ ചിന്തിച്ചൊരു വരി, ഞങ്ങളുടെ ദേശത്ത് ഒരു മകൻ മോഷ്ടിച്ചു ഒരു മകൻ ഒരു സമയമായി. ഞാൻ ഇപ്പം നിർത്തും. ഞാൻ 11 മണിക്ക് മുമ്പ് നിർത്തണം എന്നാണ് വിചാരിച്ചത്. കർത്താവ് ഇതുവരെ എത്തിച്ചതാണ്. ഒരു കുഞ്ഞ് മോഷ്ടിച്ചു പൈസ, എന്തോ സാധനം മോഷ്ടിച്ചു, മറന്നുപോയി ഞാൻ. അമ്മ ആ മക്കൾക്കും 2 മക്കൾക്കും അമ്മയും കൂടെ വിഷം കഴിച്ചു. എല്ലാവർക്കും വിഷം കലക്കി വെച്ചിരുന്നു, മറന്നുപോയി പകുതി. 2 മക്കളും കുടിച്ചു എന്ന് തോന്നുന്നു. 2 പേരെ ഹോസ്പിറ്റലിലാക്കി. 2 മക്കൾക്കൊന്നും പറ്റിയില്ല, അമ്മയ്ക്ക് പറ്റി. അത് എന്തിനാണ് അമ്മ മരിച്ചത്? കുഞ്ഞ് മോഷ്ടിച്ചതുകൊണ്ടാണ് മരിച്ചത്. കുഞ്ഞ് മോഷ്ടിച്ചു, അമ്മയ്ക്ക് സഹിക്കാൻ പറ്റാതെ അമ്മ ആത്മഹത്യ ചെയ്തു. കുഞ്ഞ് മോഷ്ടിച്ചത് കൊണ്ടാണ്. ഒരു നിസ്സാര കാര്യത്തിനത് അവനെ പറഞ്ഞ് തിരുത്തി കൊണ്ടുവരായിരുന്നു. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് ചിലപ്പോൾ നിന്നയും ദുഷിയൊക്കെ വരും, ഇല്ലെന്നല്ല. പക്ഷേ ഈ തീച്ചുകളുടെ നടുവിൽ ഞങ്ങൾ നിർത്തുന്ന ദൈവത്തിൻ്റെ കൃപയാണ്. ഇപ്പോൾ ക്രിസ്തുവിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മൾ ഓരോ സമയവും നമ്മളെ ബലപ്പെടുത്തി, നമ്മളെ തണുപ്പിച്ച്, രാത്രി അടുത്ത് വന്ന് പകലടുത്ത് വന്ന് മറ്റുള്ളവരെ കൈ താങ്ങാൻ, മറ്റുള്ളവരെ വേദന തിരിച്ചറിയാൻ, മറ്റുള്ളവരുടെ ഭാരം തിരിച്ചറിയാൻ, മറ്റുള്ളവരുടെ ദുഃഖമെന്തെന്ന് തിരിച്ചറിയാൻ, മറ്റുള്ളവരുടെ നിരാശ എന്തെന്ന് തിരിച്ചറിയാൻ, അവരുടെ കണ്ണുനീരെന്തെന്ന് തിരിച്ചറിയാൻ ഒക്കെ ദൈവം ഓരോ സമയവും ദൈവം തൻ്റെ കൃപയെ തന്ന് നിറച്ചുകൊണ്ടേയിരിക്കും. കർത്താവിൽ നമുക്ക് ജീവിക്കാം. നമുക്ക് തന്ന ആയുസ് യേശുവിനായിട്ട് ജീവിക്കാം. ഇപ്പം പാറമേൽ വീട് പണിത മനുഷ്യൻ തളരത്തില്ല. പ്രതികൂലം ഇല്ലെന്നല്ല, കാറ്റ് നന്നായിട്ട് അടിക്കും, പ്രശ്നം നന്നായിട്ട് അടിക്കും, പ്രതിസന്ധി നന്നായിട്ട് അടിക്കും, പ്രതികൂലം നന്നായിട്ട് അടിക്കും. പക്ഷേ ക്രിസ്തുവിലാണെങ്കിൽ ആ ദൈവം തള്ളിയിടത്തില്ല. കാരണം പണിതത് യേശുവിലാകയാൽ കർത്താവ് പിടിച്ചിരിക്കുന്നത് കൊണ്ട് താഴെ വീഴാൻ ദൈവം അനുവദിക്കത്തില്ല. ഞാൻ പറയട്ടെ, നമ്മൾ പണിയുന്നത് യേശുവിലാണോ? ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ ചോദിക്കട്ടെ, ക്രിസ്തുവിലല്ല പണിയുന്നെങ്കിൽ
എപ്പം വേണോ വീഴും. പ്രശ്നം വരുമ്പോൾ നമ്മൾ തെറിക്കും, നമ്മൾ യേശുവിനെ തള്ളി പറയും. നമ്മൾ പറയും, കർത്താവേ നിനക്ക് വേണ്ടി നിന്നിട്ട് എന്താ എനിക്ക് ഇങ്ങനെ ചോദിക്കൂ. പക്ഷെ ക്രിസ്തുവിലാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ നമുക്ക് അപ്പാ അങ്ങയോടൊന്നും ചോദിക്കാൻ ഞങ്ങൾക്കില്ല, ഇത് മാത്രമേ വരൂ എന്ന് കേൾക്കുന്ന സഹോദരങ്ങളെ, ഒരു കുറ്റപ്പെടുത്തുന്ന ദൈവത്തെ തള്ളിക്കളയുന്ന ഒരാളായിട്ടാണോ? അതോ കർത്താവേ ഞങ്ങളും ക്യൂവിലാണ്, യേശുപ്പം വരുമ്പോൾ ഞങ്ങൾക്കും അപ്പൻ്റെ അടുത്ത് വരണം. ഈ ഭൂമിയിലുള്ള ജീവിതം എൻ്റെ അപ്പൻ തന്ന ആയുസത്രയും ജീവിക്കുന്ന കാലം അത്രയും ഈ ഭൂമിയിൽ എന്ത് കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ, സമാധാനത്തോടെ സ്വസ്ഥതയോടെ ക്രിസ്തുവിനെ കണ്ടുമുട്ടി ക്രിസ്തുവിനെ എനിക്ക് ജീവിക്കണം, ക്രിസ്തുവിൽ എനിക്ക് സമാധാനം കണ്ടെത്തണം. പെട്ടെന്ന് ആ വാക്യം കൂടെ വായിച്ചേ, അടുത്ത വാക്യം കൂടെ. എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവരൊക്കെ മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ച് ആ വീട്ടിന് മേൽ അലച്ചു, അത് വീണു, അതിന്റെ വീഴ്ച വലിയതായിരുന്നു. മതി, കർത്താവിൽ പണിതില്ലെങ്കിൽ വീഴ്ച വലുതാകും, നരകത്തിലേക്ക് പോകും.